പോലീസുകാരത് കൊണ്ടുവരുന്നത് തോല് മാത്രമേ ഉള്ളൂ, ബോഡി, വേറെ ബോണോ ആർഗൻസോ ഒന്നുമില്ല. സാർ, ഈ മരണസമയം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ ഒരാളെ കൊല്ലുന്നത് ആയുധമൊന്നും ഇല്ലാതെ കൊല്ലുകയാണെങ്കിൽ കഴുത്ത് ഞെക്കി പിടിക്കുക എന്നുള്ളതാണ്. സഫക്കേറ്റ് ചെയ്യുക. ബോഡി തല മുതൽ കാല് വരെ കുത്തി 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 അങ്ങനെ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സൈക്കോ കൊലപാതകം എന്നൊക്കെ പറയാൻ പറ്റും. എസ് ഐ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഹാങ്ങിങ് ആണ്, കൊലപാതകമാണെന്ന് പറയാനുള്ള തെളിവൊന്നുമില്ല, ഇത് ഹാങ്ങിങ് ആണ്, എനിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തരത്തില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള നിഗമനമുണ്ട്. ഒരു മനുഷ്യൻ അയാളുടെ അവസാന ജീവിതത്തിൽ അവശേഷിപ്പിച്ച സത്യങ്ങളൊക്കെ വെളിപ്പെടുന്നത് ഒരു ആശുപത്രിയിലെ ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിലാണ്. അത്തരം നിരവധി പോസ്റ്റ്മോർട്ടം ടേബിളുകളിൽ ഏകദേശം 15,000-ലധികം പോസ്റ്റ്മോർട്ടങ്ങളിൽ പങ്കാളിയായ ഫോറൻസിക് സർജൻ ഡോക്ടർ എൻ രാജാറാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ 15,000-ഓളം പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു യാത്ര, പ്രത്യേകിച്ച് ഫോറൻസിക് സർജനായിട്ട് ഇത്രയധികം ആ ഒരു യാത്ര എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈ ഫോറൻസിക് സർജനായിട്ടുള്ള തുടങ്ങുന്നത് 1984-ലാണ്. പക്ഷേ ഈ 15,000 നമ്പർ പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് ആണ്, അല്ലാതെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിന് റെക്കോർഡില്ല. ഒരു ഉദ്ദേശമാണത്. അത് ചിലപ്പോൾ 10,000-15,000 ആകാം. ഒരു ഇതായിട്ട് പറയുകയാണ് ഞാൻ 15,000 എന്ന് പറയുന്നത്. സാറിൻ്റെ മുന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അതിൽ കമൻറ്റുകളൊക്കെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം ഒരു മൃതദേഹം വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും ഒരു വർഷം 300 എണ്ണം, അത് ഈ ഏകദേശം 50 വർഷമായാലാണ് ഇത്തരത്തിലൊരു കണക്ക് സാധ്യമാകുക. അത്തരത്തിൽ ഈ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ഒരു ദിവസം ഇന്ന കണക്കുകളുണ്ടോ, ഇത്ര എണ്ണം ചെയ്യാൻ പാടുള്ളൂ? അങ്ങനെ കണക്കില്ല. പക്ഷേ അന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. 4 മണി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ചെയ്യണ്ട എന്നുള്ളൊരു ഗവൺമെൻറ് ഓർഡറുണ്ട്. സൂര്യപ്രകാശത്തിൽ കിട്ടില്ല? അല്ലല്ല, സൂര്യപ്രകാശത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ആ റൂൾ ഇപ്പോഴും മാറിയിട്ട് 24 മണിക്കൂറും ചെയ്യുന്നുണ്ട്. ചെയ്യാവുന്ന ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നു. ഒരു മൃതദേഹം ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത്? ഈ 2 തരത്തിലുള്ള ഡെത്ത് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവിക മരണം. അപ്പോൾ അത് ഒരു എന്തെങ്കിലും അസുഖം വന്നിട്ട് മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം വേണ്ട. അസ്വാഭാവിക മരണം അല്ലെങ്കിൽ അൺനാച്ചുറൽ ഡെത്ത്, ഫോർ എക്സാമ്പിൾ ഒരു സൂയിസൈഡ്, ലൈക്ക് ഡ്രൗണിങ്, വെള്ളത്തിൽ വീഴുന്ന് മരിക്കുക, പിന്നെ കെട്ടിത്തൂങ്ങി മരിക്കുക, പിന്നെ ഒരാളെ കൊലപ്പെടുത്തുക, അതാണ് അൺനാച്ചുറൽ ഡെത്ത്സ് എന്ന് പറയുന്നത്. ട്രാഫിക് ആക്സിഡൻറ്റ്, ഫാൾ ഫ്രം ഹൈറ്റ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മരണകാരണം കണ്ടുപിടിക്കാനായിട്ട് ഈ ഒന്നിൽ പോലീസ് ഇൻക്വസ്റ്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വരുന്നത്. സാധാരണ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ഹാർട്ട് അറ്റാക്ക് ബാധിച്ചുള്ള മരണങ്ങൾ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ കാണുന്ന ഈ ഒരു ബേസിക്കായിട്ട് അവിടെ നമുക്ക് വെളിവാകുന്ന സത്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാൻ ഹിസ്റ്ററി ഉള്ളപ്പോൾ ഈ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ഉണ്ട്, കൊറോണറി ആർട്ടറീസ് എന്ന് പറയും. അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ പെട്ടെന്നൊരു മരണം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് വരും. വേറെ ഏതൊരു ഓർഗനെ പോലെയും ഹാർട്ടിൻ്റെ ഫങ്ഷന് ബ്ലഡ് സപ്ലൈ ആവശ്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഓക്സിജനേഷനൊന്നും നടക്കത്തില്ല. അപ്പം ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ടിന് ആവശ്യത്തിലുള്ള ഓക്സിജൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളിത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്നോ ഹാർട്ട് അറ്റാക്ക് എന്നോ പറയുന്നത്. ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കും, ഈ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന കൊറോണറീസ് ആർട്ടറീസ് എന്ന് പറഞ്ഞില്ലേ, അത് കട്ടിയാകും, കാൽഷ്യം ഡെപ്പോസിറ്റൊക്കെ വന്നിട്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നുള്ള മരണം ബ്ലഡ് സപ്ലൈ കുറയുന്നതുകൊണ്ട് വരും. അല്ലാതെ ചില സമയങ്ങളിൽ നമുക്ക് കണ്ടിട്ടുള്ളത് ഈ ബ്ലഡ് സപ്ലൈ കുറഞ്ഞില്ലെങ്കിലും ഈ കൊറോണറി ആർട്ടറീസിൻ്റെ പെട്ടെന്നുള്ള ഒരു എന്താ പറയുക കൺട്രാക്ഷൻ വന്നാലും ബ്ലഡ് സപ്ലൈ പോകും. അങ്ങനെ വരുമ്പോഴും മരണം സംഭവിക്കാം. പിന്നെ നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഈ ഹാർട്ട് ടിഷ്യൂ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ എക്സാമിൻ ചെയ്തിട്ടാണ്
മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ടിഷ്യൂ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് സ്ലൈസ് ചെയ്ത് പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ട് അത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചാൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നമുക്കിതുള്ളൂ. ഇൻക്വസ്റ്റ് പോലീസ് ചെയ്യുന്ന പോലീസ് ഇൻക്വസ്റ്റ്, എന്നിട്ട് പോലീസ് ഇൻക്വസ്റ്റ് FIRൻ്റെ ഒരു കോപ്പി എന്നല്ല, അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻസ് ഈ KPF 102 ഫോമാണ് പോലീസിൻ്റെ ഇത്. അപ്പോൾ അതിൽ നമുക്ക് എഴുതി തന്നിട്ട് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കാണും, അതിൻ്റെ ഹിസ്റ്ററി കാണും, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചുറീസിനെ പറ്റി പറയും. അത് കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യുന്നത് പ്രൊഫസർക്കാണ്. എന്നിട്ട് പ്രൊഫസർ ഒരു ഡോക്ടർക്ക് അത് അലോട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം റൂമിൽ കയറുമ്പോൾ ബോഡി വന്നു, ആദ്യം നമ്മൾ ചെയ്യുന്നത് ബോഡിയുടെ വെയിറ്റ് എടുക്കുക. വെയിറ്റ് എടുത്തതിന് ശേഷമാണ് ടേബിളിൽ കിടത്തുന്നത്. അപ്പോൾ ടേബിളിൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻ, ബാഹ്യമായിട്ടുള്ള പരിശോധന, ഇഞ്ചുറി നോക്കാം, വേറെ എന്തെങ്കിലും ചില സൂയിസൈഡ് കേസിൽ കയ്യിൽ എന്തെങ്കിലും പിടിച്ചു കാണും, അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തത്തിൽ അങ്ങനെ മരിച്ചെന്നിരിക്കട്ടെ, ഹോമിസൈഡാണ്. അപ്പോൾ അതിലും ഈ എതിരാളിയുടെ എന്തെങ്കിലും തലമുടിയോ അതല്ലെന്നുണ്ടെങ്കിൽ തുണിയുടെ അംശമോ ഒക്കെ കാണും. അതൊക്കെ വളരെ റെയറാണ് എന്ന് പറഞ്ഞാൽ ഒരു 1000 കേസ് ചെയ്താൽ ചിലപ്പോൾ ഒരു കേസിൽ കാണാം. പക്ഷെ കാണാനുള്ള സാധ്യത ഞാൻ പറയുകയാണ്. ഈ ബാഹ്യ പരിശോധനയിലൂടെയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ആ മൃതദേഹത്തിൽ ഒളിച്ചിരിപ്പുണ്ടോ അതെ നമുക്ക് ബോധ്യപ്പെടും. അതിനുശേഷം എന്തായിരിക്കും? അതിനുശേഷം നമ്മൾ നാച്ചുറൽ ഓറിഫൈസസ്, ഫോർ എക്സാമ്പിൾ മൂക്കിൻ്റെ ഇത്, വായി, പിന്നെ ചെവിയുടെ അവിടെ, പിന്നെ ഈ മൂത്രം ഇതുണ്ടല്ലോ പോകുന്ന കുഴലിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ പെനിസിൻ്റെ അറ്റത്തുള്ളത്, പിന്നെ മലം പോകുന്ന ദ്വാരം, ഈ ദ്വാരങ്ങളൊക്കെ പരിശോധിക്കും. ഈ ദ്വാരങ്ങൾ നമ്മൾ റൊട്ടീനായിട്ട് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം വരുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലദ്വാരത്തിൽ ഈ എന്താ പറയുക, ഹെറ്ററോസെക്ഷൽ അല്ലെന്നുണ്ടെങ്കിൽ ഹെറ്ററോസെക്ഷൽ ആകുമ്പോൾ ഈ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് വജൈനയിലാണ് നമ്മൾ മെയിൽ ഓർഗൻ പോകുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ സ്വയംഭോഗമല്ല, സ്വവർഗ സംഭോഗത്തിൽ റിപ്പീറ്റഡ് അല്ലെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് ഒരുപാട് കാണും. എന്ന് പറഞ്ഞാൽ അത് കയറത്തില്ല ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ ഇഞ്ചുറീസ് വന്നിട്ട് അത് സ്കാറിങ് വരും. അപ്പോൾ ആ സ്കാറിങ് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കേസിലും ഇറസ്പെക്റ്റീവ് ഓഫ് അതല്ല എന്നുണ്ടെങ്കിൽ, ആ പർട്ടിക്കുലർ കേസ് അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ റൊട്ടീനായിട്ട് എല്ലാം നോക്കിയാലേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ നമുക്കത് വേർതിരിച്ചറിയാൻ പറ്റില്ല. ഇത് വാഹനാപകടങ്ങൾ, സൂയിസൈഡ്, ഇത് എല്ലാത്തിലും നോക്കും. ചിലത് റിലവൻ്റ് ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈൻഡിങ്സ് നോക്കി വയ്ക്കണം. അത് എഴുതുകയും വേണം, സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ ബാഹ്യ പരിശോധനകൾ കഴിഞ്ഞാണ് ഈ ഒരു പരിശോധന. അല്ല, ബാഹ്യ പരിശോധനയാണ്, ഇതും ബാഹ്യ പരിശോധന അതിനോടൊപ്പം ചേരുന്നത്. അത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചുറീസ് നോക്കും. അപ്പോൾ ഒരു റൊട്ടീൻ ഇതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു തലയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ്, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ മേളി വരും. മേളി വന്നിട്ട് വീണ്ടും ആ സൈഡ് ആകുമ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് സൈഡ് പറഞ്ഞിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. പിന്നെ ബാക്കിലത്തെ ഇതാണ് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മരണം നടന്നിട്ട് എത്ര സമയമായി എന്നുള്ളത്. അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ടൈം നമുക്ക് റെക്കോർഡ്സ് അവരുടെ കേസ് ഷീറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡോക്ടർ പറയും ഇത്ര മണിക്ക് മരിച്ചു എന്ന് പറയും. ചില കേസസിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്നുള്ള ഡെത്തല്ല, ഒരാൾ ഒരു തുറസായ സ്ഥലത്തോ അല്ലെങ്കിൽ റൂമിലോ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ മരണകാരണം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എപ്പോഴാണ് അങ്ങനെ മരിച്ചത്? അതും മരണകാരണം മരണകാരണമല്ല, മരണസമയം പറയുന്നത് ഒരു 100% ആക്യുറേറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ മരിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് 3 സ്റ്റേജസ് ആണ്: ഏർലി ചേഞ്ചസ്, ഇൻ്റർമീഡിയറ്റ് ചേഞ്ചസ്, ലേറ്റ് ചേഞ്ചസ്. ഏർലി ചേഞ്ചസ് എന്ന് പറയുന്നത് കണ്ണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാർണിയ ആവരണം ഉണ്ടല്ലോ, അത് കൂടുതൽ സമയം കഴിയും തോറും അത് ഒപ്പേക്കാകും,
അല്ലെങ്കിൽ അതിനകത്തൂടെ ലൈറ്റ് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് വെള്ളയായിട്ട് തോന്നും. അതുപോലെ പ്യൂപ്പിൾസ് അതിൻ്റെ നടുക്കുള്ളത് അത് കൺസ്ട്രക്റ്റഡ് ആയിരിക്കും, അത് ഡയലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് ഹെഡ് ഇഞ്ചുറീസിൽ മാത്രമേ കൺസ്ട്രക്ഷൻ വരത്തുള്ളൂ. ചിലത് മരണം കഴിഞ്ഞാലും അത് കൺസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ RFIs ഒക്കെ നോക്കും, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ചെവിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടോ, മൗത്തിൽ നിന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് അതാണ് ഈ ഏർലി ചേഞ്ചസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് റൈഗർ മോർട്ടിസ് ആണ്. റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ പേശികളുടെ ഒരു ബലം പിടിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഏർലി ചേഞ്ച് അല്ലെങ്കിൽ ഈ ചേഞ്ചസ് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരാളുടെ കൈയും കാലും ഒക്കെ മടക്കാൻ പറ്റും. ഇതാകുമ്പോഴും അത് മടക്കാൻ പറ്റത്തില്ല. മൃതദേഹം കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ല, ഏർലി ചേഞ്ച് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഡെത്തായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ റൈഗർ മോർട്ടിസ് വരത്തില്ല. ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂറിനകം റൈഗർ മോർട്ടിസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കൈ മടക്കാൻ പറ്റുമോ, അതുപോലെ കാല് മടക്കാൻ പറ്റുമോ, ഹിപ്പിൻ്റെ അവിടെ മടക്കാൻ പറ്റുമോ. ഇതിരിക്കുന്ന സമയം കൂടുമ്പോൾ ഇത് പ്രയാസമാകും എന്ന് പറഞ്ഞാൽ സോൾട്ടിഫിക്കേഷൻ, മസിൽസിൻ്റെ സോൾട്ടിഫിക്കേഷൻ. അതിൻ്റെ കാര്യം എൻ്റെ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മസിൽ മടക്കാനും നിവർക്കാനും ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, അതിന് ഈ ATP എന്ന് പറയുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഈ ആക്ഷൻ വരുമ്പോൾ ATP ഈസ് കൺവേർട്ടഡ് ടു ADP. അത് കഴിഞ്ഞാൽ വീണ്ടും ATP ആയിട്ട് വരും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രോഡക്ട്സ് അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ മസിൽ സ്റ്റിഫാകും, ഉറക്കും. അതാണ് ഈ ഇൻ്റർമീഡിയറ്റ് ചേഞ്ചസിൽ ആദ്യത്തേത്. രണ്ടാമത്തത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഒരു ഡിസ്കളറേഷനാണ്. അത് കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ബ്ലഡിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഹാർട്ടാണ്, കൺട്രാക്ഷൻ റിലാക്സേഷൻ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡ് സെഡിമെൻ്റ് ആകും, ഉറയ്ക്കുന്നതല്ല, എല്ലാം കൂടെ പൂൾ ഔട്ട് ചെയ്തിട്ട് ഡിപ്പെൻഡൻറ്റ് പാർട്സ്. ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പൂൾ ചെയ്യുന്നത് ബാക്കിലാണ്. അപ്പോൾ ബാക്കിൽ അത് വന്ന് കൂടും. അപ്പോൾ അതിനൊരു ഡിസ്കളറേഷൻ ഉണ്ട്, ഒരു പിങ്ക് കളർ. അത് പിന്നെ ഈ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റുള്ള സർഫസിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വരത്തില്ല. അതിനെ കോണ്ടാക്ട് ഫ്ലാറ്റനിങ് എന്ന് പറയും. അപ്പോൾ ഈ ഏരിയയെക്കാളും കുറേ കൂടെ പെയിലായിരിക്കും കോണ്ടാക്ട് ഫ്ലാറ്റനിങ് ഉള്ള സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നിട്ട് ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇട്ടേച്ച് പോവുകയാണ്. പിന്നെ അങ്ങേർക്ക് എന്തെങ്കിലും ഇത് തോന്നിയിട്ട് തിരിച്ചു വരാൻ നേരത്ത് സംഭവിക്കുന്നത് അങ്ങേര് ബോഡി എടുത്ത് മാറ്റുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ബാക്കിലും കാണും, ഫ്രണ്ടിലും കാണും. അപ്പോൾ ഇത് 2 സ്ഥലത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട് മരണത്തിന് ശേഷം. കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ പൊസിഷൻ മാറ്റിയിടുകയോ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 സ്ഥലത്ത് കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. പിന്നെ ഹാങ്ങിങ് വരുന്നില്ല. ഇപ്പോൾ ഒരാൾ തൂങ്ങി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് കൈയുടെയും കാലിൻ്റെയും ലോവർ പാർട്ടിൽ ബ്ലഡ് അവിടെ പുൾ ഔട്ട് ചെയ്യും, കുമിയും. അപ്പോൾ ഇത് കൂടുതൽ സമയം തൂങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിൻ്റെ ഈ വെസൽസിന് അല്ലെങ്കിൽ ഈ ധമനികളിലുള്ള ബ്ലഡ് പ്രഷർ കൊണ്ടിട്ട് അത് പൊട്ടിയിട്ട് അവിടെ ചെറിയ ലീക്ക് വരും. അപ്പോൾ അത് കാണുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇങ്ങർക്ക് വേറെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം വരും. അതിൻ്റെ കൂടെ തന്നെ ഈ ഉറുമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ജീവികൾ ഡെഡ് ബോഡി അട്രാക്റ്റ് ചെയ്യും, ഈ ജീവികൾ അല്ലെങ്കിൽ ഈ ഉറുമ്പിനെ, അതുപോലെ പാറ്റ, ഇതൊക്കെ. അപ്പോൾ അത് വന്നിട്ട് അത് അവിടെ കടിക്കുമ്പോൾ ബ്ലഡ് വെളിയിലോട്ട് വരും. ആ തൂങ്ങി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തറയിൽ ബ്ലഡ് മൃദുവാകുമായിരിക്കും. അല്ല ഇത് ബ്ലീഡിങ് വരും. അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുമ്പോഴേ ചോര വരാനായിട്ട് ചോര ഉടൻ വരും എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കഴിഞ്ഞ ആളിൻ്റെ ശവശരീരം ഇതുപോലത്തെ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അവർ രക്തം കുടിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മളൊരു സീനിൽ പോകുമ്പോൾ
കാലിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ബ്ലഡ് ആയിരിക്കും, അതായത് ഹാങ് ചെയ്ത് മരിക്കുന്നത്. അപ്പോൾ അപ്പോഴും സംശയം വരും, ഇത് വേറെ എന്തോ സംഭവിച്ചാണെന്നുള്ളത്, കൊലപ്പെടുകയാണെന്നുള്ളത്. അത് ഈ കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കുന്ന അവസരങ്ങളിലും ഇതുപോലെ ഈ കാൽപാദത്തിലും ഈ കയ്യിലും വന്ന് അത് വരാം. ഈ പോസ്റ്റ്മോർട്ടം മുറിയിൽ ഈ എത്ര പേര് കാണും? ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ കാണും, പിന്നെ ഒരു അറ്റൻഡർ ജോലി എന്ന് പറഞ്ഞാൽ ഈ തല പൊളിക്കുക, തല പൊളിച്ചിട്ട് നമ്മളത് ഇൻസ്പെക്ട് ചെയ്യും. ഈ സ്കള്ളിൽ അല്ലെങ്കിൽ തലയോട്ടിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, ഫ്രാക്ചർ ഉണ്ടോ എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവാദത്തോടുകൂടി നമ്മൾ തന്നെ അവിടെ പോയിട്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഈ ബ്രെയിൻ കട്ട് ചെയ്തെടുക്കും. അത് നമ്മളാണ് ചെയ്യുന്നത്? അല്ല, നമ്മളാണെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരും കൊണ്ട് ചെയ്യിക്കത്തില്ല, ഞാൻ തന്നെ പോയി എടുക്കും. എന്ന് പറഞ്ഞാൽ വേറൊരാൾ നമ്മളെ ഏൽപ്പിച്ചാൽ അത് അങ്ങേർക്ക് ഈ ഡിഫറൻസ് അറിയാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലീഡിങ് ഉണ്ട്, ബ്രെയിനിൽ തന്നെ പലതരത്തിലുള്ള ബ്ലീഡിങ് വരാം. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയാൽ പറ്റത്തുള്ളൂ. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് തരിക സ്കള്ള്. സ്വാഭാവികമായിട്ട് മരണപ്പെട്ട ആളുടെ ബ്രെയിനിൽ എന്തായിരിക്കും നമുക്ക്? സ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ ഈ അങ്ങേർക്ക് പ്രഷറിൻ്റെ അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ചില കേസിൽ ഇത് തലച്ചോറിലെ രക്തധമനികൾ പൊട്ടിയിട്ട് അപ്പോൾ വരുന്നത് സബറക്കനോയിഡ് ഹെമറേജ് എന്ന് പറയും. ബ്രെയിനിന് ആവരണമുണ്ട്, ആവരണത്തിനടിയിൽ ബ്ലഡ് കാണും, സബറക്കനോയിഡ് ഹെമറേജ്. അത് എല്ലാത്തിലും കാണണമെന്നില്ല. അങ്ങേർക്ക് പ്രഷറുണ്ട്, അങ്ങേര് പെട്ടെന്ന് മരിക്കുന്നു. പിന്നെ വേറൊന്നുള്ളത് ഈ തലച്ചോറിൽ ഈ രക്തധമനികൾക്ക് എന്തെങ്കിലും സ്വമേധയാ ഉള്ള ചില ഡിസീസസ് ഉണ്ട്, അന്യൂറിസം എന്ന് പറയും. അത് വരുമ്പോൾ അത് രക്തധമനികളുടെ വലിപ്പം കൂടി ഒരു ചെറിയ ബലൂൺ പോലെ ഇരിക്കും. അത് പൊട്ടിയാലും സഡൻ ഡെത്ത് വരും. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അറ്റൻഡർ ഈ കീറി മുറിക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? എവിടെ തൊട്ട് എവിടം വരെയാണ്? അങ്ങനെയുണ്ടോ? അല്ല, എല്ലാ കേസിലും ആദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, തല ആദ്യം പൊട്ടിച്ച് ബ്രെയിൻ എടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഇൻസിഷൻ ഇടണം. ഇൻസിഷൻ ഇടാനായിട്ട് ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ നമ്മുടെ കൂടെ കാണും. അപ്പോൾ ഇൻസിഷൻ ഇടുന്നത് ഞാനാണ്. എന്നിട്ട് അത് രണ്ട് സൈഡും ആ തൊലിയും ബാക്കിയുള്ള ടിഷ്യൂസൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആദ്യം ഈ സ്റ്റൊമക്ക് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കും കെട്ടിയതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ റിബ്സ് ഉണ്ടല്ലോ, റിബ്സ് കട്ട് ചെയ്യും, വരിയിൽ കട്ട് ചെയ്യും. വരിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലങ്സും ഹാർട്ടും അതൊക്കെ ഇവിടുത്തെ അറ്റാച്ച്മെൻറ്റ് ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മാസമായിട്ടങ്ങ് എടുക്കും, എല്ലാം കൂടെ ഒരുമിച്ച്. അപ്പോൾ അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം കൂടെ അതിൽ വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെടുത്തതിന് ശേഷം ഇത് എന്താണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഓർഗൻസിൽ നിന്ന് ഓർഗൻസ് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ്. കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ശ്വാസനാളം മുറിച്ച് നോക്കും, ലങ്സിൻ്റെ അത് നോക്കും. പിന്നെ ലങ്സ് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അത് ലങ്സ് എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ഹാർട്ട് എക്സാമിൻ ചെയ്യും. പിന്നെ താഴെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമക്ക് നേരത്തെ മാറ്റി കഴിഞ്ഞു. പിന്നെ നോക്കുന്നത് ലിവർ നോക്കും, കിഡ്നി നോക്കും, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ് നോക്കും. സാർ, ഇപ്പോൾ നമുക്കൊരു പരിശോധന ഒരു ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുന്നാൽ തന്നെ അതൊരു ഇച്ചിരി കാലതാമസം, ഒരു ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഇച്ചിരി കാലതാമസം വരുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഓർഗൻസ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അതിന് ഈ കാലതാമസം ഒന്നും നമുക്ക് മാക്രോസ്കോപ്പിക് ഇതായിട്ടാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് നോക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇതുകൊണ്ട് എക്സാമിൻ ചെയ്തതിനെ കൊണ്ട് പോരാ, എക്സാമിനേഷൻ പോരാ, അതുകൊണ്ട് ഹിസ്റ്റോപത്തോളജി അല്ലെങ്കിൽ ഇതിനെ മുറിച്ചിട്ട് അത് സൂക്ഷ്മ പരിശോധന ചെയ്യണം. അത് ഒരു സാമ്പിളായിരിക്കും, സാമ്പിളായിട്ടായിരിക്കും എടുക്കുന്നത്. സാധാരണഗതിയിൽ ഈ അവയവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് എത്ര തരത്തിലുള്ള മരണങ്ങളാണ് ഇതിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക? നാച്ചുറൽ ഡെത്ത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ മദ്യം കഴിച്ചിട്ടുള്ള മരണം, അതിൽ വരുന്ന ചേഞ്ചസ്, ലിവറിനാണ് ഏറ്റവും ഇതായിട്ട് ചേഞ്ചസ് വരുന്നത്, അത് പറയാൻ പറ്റും. മദ്യം കഴിച്ച് മരിച്ച ആളുടെ ഒരു ലിവർ എങ്ങനെയായിരിക്കും? ലിവർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചേഞ്ച് വരുന്നത് ഫാറ്റി ലിവർ എന്ന് പറയും. ഫാറ്റി ലിവർ ആദ്യം വരുന്നത് ഒരു മഞ്ഞ കളറായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ
ഈ ബ്ലഡ് സർക്കുലേഷൻ എഫക്റ്റഡ് ആകും. ഞാൻ കുറേ ഡീറ്റെയിൽസിനോട്ട് പോകുന്നില്ല. ബ്ലഡ് സർക്കുലേഷൻ എഫക്റ്റഡ് ആയിട്ട് അതിനകത്ത് തിക്കനിങ് വരും. ചെറിയ ഒരു 0.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെ തിക്കൻഡായി ഇതങ്ങ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ ലിവറിൻ്റെ ഫങ്ഷനിങ് നടക്കത്തില്ല. സാധാരണയായിട്ട് ഈ ലിവർ റീജനറേഷൻ ഉള്ളൊരു ഓർഗനാണ്. അപ്പോൾ ഇത് പിന്നെയും വളർന്നു വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നാൽ പിന്നെ ഇതിന് ഒരു ഫാറ്റി ലിവർ വന്നാൽ ചേഞ്ചസ് വരത്തില്ല എന്ന് പറഞ്ഞാൽ ഹോൾ ഇതായിട്ട് പോവുകയാണ്, മൊത്തം പോവുകയാണ്. അപ്പം പിന്നെ ഇത് ഒന്നെങ്കിൽ അല്ല, ഫാറ്റി ലിവർ അത് ആദ്യത്തെ സ്റ്റേജാണ്. പിന്നെ സിറോസിസിൻ്റെതാണ്, അത് കഴിഞ്ഞിട്ടാണ് ആദ്യം ലിവർ വലുതായിരിക്കും. ഒരു 1200 to 1500 ഗ്രാംസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളിന്. അതെല്ലാം കൂടെ വന്ന് ചുരുങ്ങി വരും. അപ്പോൾ ലിവറിൻ്റെ സൈസ് കുറയും, അതിൻ്റെ സർക്കുലേഷൻ എഫക്റ്റഡ് ആകും. സാർ, ഈ പുകവലിക്കുന്ന ആളുകൾക്ക് ഈ ലെങ്സിൽ എന്തായിരിക്കും ഒരു മാറ്റം? നമ്മൾ ഈ സിനിമകളൊക്കെ തുടങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, ലെങ്സ് ഇങ്ങനെ പിഴിയുമ്പോൾ ഇന്ന് കരി വരുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണോ ഈ മരണപ്പെട്ട ആൾ, പുകവലിക്കുന്ന ഒരാൾ മരണപ്പെടുമ്പോൾ ഇയാളുടെ ലങ്സ് അഫക്റ്റഡ് ആകാം. പക്ഷേ മൈക്രോസ്കോപ്പിക്കായിട്ട് നമുക്ക് അത് പറയാൻ പ്രയാസമാണ്. പക്ഷേ കാർബൺ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കളറേഷനാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് ഈ നമുക്ക് കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോപത്തോളജി എടുക്കണം. ഇയാൾ ഇത് വെച്ചാണ് അല്ലല്ല, അതുകൊണ്ട് മരണം സംഭവിക്കത്തില്ല. മനസ്സിലായോ? ലങ്സ് കംപ്ലീറ്റ് ഇതായിട്ട് പോകണം, ഫൈബ്രോസ്ഡ് ആയിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ലങ്സിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഒരു ബലൂണിൻ്റെ ഇതുപോലെയാണ്. അപ്പോൾ ഓക്സിജൻ അകത്തോട്ട് കയറുമ്പോൾ വികസിക്കുകയും പിന്നെ ചുരുങ്ങുകയും ചെയ്യും. മറ്റേത് അത് വരത്തില്ല. ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് അല്ല, എക്സ്പാൻഷൻ അല്ലെങ്കിൽ വികസിക്കും, പക്ഷേ തിരിച്ച് പോകത്തില്ല, അങ്ങനെ ചുരുങ്ങിയത്. ഇതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് നമ്മൾ ഈ ശേഖരിക്കുന്ന ഓർഗൻസ് ഒക്കെ തിരിച്ചു വെക്കും. അല്ല, അതിൻ്റെ ഓരോ പാർട്ടേ എടുക്കുന്നുള്ളൂ. അല്ല, നമ്മളിത് ഒരു രാസപരിശോധന ആവശ്യമാണെങ്കിൽ അതിലേക്ക് കളക്ട് ചെയ്യുന്ന ചെറിയ ഒരു പോർഷൻ എടുക്കും. അതിനുശേഷം ഈ ഓർഗൻസ് ഒക്കെ എവിടെയാണ് തിരിച്ചു വെക്കുന്നത്? നമ്മൾ ഈ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് തന്നെ ഇടും, ഇതിനകത്ത് തന്നെ ഇടും. ഈ തലച്ചോറ് ഉൾപ്പെടെ അതിനുശേഷം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തിരിച്ച്? അത് വീണ ശേഷം നമുക്ക് ആവശ്യത്തിന് ഗ്യാസൊക്കെ വയ്ക്കും. എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെളിയിൽ വരാൻ പാടില്ല എന്നുള്ളൊരിതിന്. എന്നിട്ട് അത് തുന്നും. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടൊരു ബോഡി മുറിക്കുമ്പോൾ രക്തം പുറത്തേക്ക് വരില്ലേ? വരും. അപ്പോൾ എന്താ, അത് കളക്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം? അല്ല, അങ്ങനെ അത് കളക്ട് ചെയ്യത്തില്ല. നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ രാസപരിശോധനയ്ക്കായിട്ട് കളക്ട് ചെയ്യുന്നത് ഈ വെയിൻസിൽ നിന്നാണ്, ജുഗുലാർ വെയിൻസ് എന്ന് പറയും. അതിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അല്ലാതെ മുറിക്കുമ്പോൾ വരുന്ന ബ്ലഡ് ഒരിക്കലും കളക്ട് ചെയ്യത്തില്ല. സാറി, മരണസമയം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല, ഏർലി ചേഞ്ചസ്, ഇൻ്റർമീഡിയറ്റ് ചേഞ്ചസ്, ലേറ്റ് ചേഞ്ചസ്. ഏർലി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ കാർണിയ ആവരണം ഉണ്ടല്ലോ, അത് ഒപ്പേക്കാകും. അതല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ലൈറ്റ് കിടക്കത്തില്ല. നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും, അതൊരു ട്രാൻസ്പാരൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ അത് ഒപ്പേക്കാകും. ഒപ്പേക്കായതിനു ശേഷം റെറ്റിനയിലും ചേഞ്ചസ് വരും. റെറ്റിനൽ വെസൽസ് ഉണ്ട്, അതൊക്കെ ബീഡഡ് അപ്പിയറൻസ് വരും. മനസ്സിലായോ? അത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തില്ല, അതിനുള്ള ഒപ്താൽമോസ്കോപ്പ് കൊണ്ട് എക്സാമിൻ ചെയ്യുകയാണ്. അതൊന്നും നമുക്ക് ഇവിടെ അതിനുള്ള പ്രൊവിഷൻസ് ഇല്ല. പക്ഷേ നമ്മൾ അതൊന്നും ഇല്ലാതെ തന്നെ ഈ കാർണിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അത് ഒപ്പേക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊന്നുള്ളത് ഈ ടെമ്പറേച്ചർ ഇതുണ്ടല്ലോ, ബോഡി ടെമ്പറേച്ചർ, അത് ഗ്രാജുവലായിട്ട് അത് കുറയും. കുറഞ്ഞൊരു തൊട്ട് നോക്കുമ്പോഴൊരു തണുപ്പ് വരും, മൃതശരീരം തണുക്കും. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറും ഈ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ, അതിങ്ങനെ ഇത് കുറഞ്ഞ് അവസാനം അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ വരുമ്പോൾ ഈ ഹീറ്റ് ലോസ് നിൽക്കും. പിന്നെ ഈ മസിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫേസിലുള്ള മസിൽസൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഇത് ചുരുങ്ങിയതുപോലെ കാണത്തില്ല, അതൊക്കെ ചുരുങ്ങി ഇത് കാണാൻ പറ്റും. പിന്നെ റൈഗർ മോർട്ടിസ്, നമുക്ക് വാ തുറക്കാൻ പറ്റത്തില്ല, അതൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കും, ഉറച്ചിരിക്കും. നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും വാ തുറക്കാൻ പറ്റത്തില്ല, മരണപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞ ബോഡി. പിന്നെ ഈ കൈയും കാലും സ്റ്റിഫായിട്ടിരിക്കും, അതിനാണ് റൈഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഒരു 12 മണിക്കൂർ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കളറേഷൻ പറഞ്ഞല്ലോ, ആ ഡിസ്കളറേഷൻ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഫിക്സ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്.
നമ്മൾ ഈ വിരൽ വെച്ച് അത് പ്രസ് ചെയ്യും ആ ഏരിയ. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡിസ്പ്ലേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 to 12 hours എന്ന് പറയുന്ന ഇതിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് മാത്രം എടുത്തുകൊണ്ട് ടൈം സെൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. റേഗം മോർട്ടിസും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കൂടെ കമ്പൈൻഡ് ആയിട്ട് എടുത്തിട്ട് ഒരു അപ്രോക്സിമേറ്റ് ടൈമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ സമയം കൂടുന്തോറും പിന്നെ വരുന്നത് ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരും ബോഡിയിൽ. പിന്നെ ചെറിയ ചെറിയ കുമിളകൾ പോലെ വരും. ആ കുമിളകൾ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും. പിന്നെ സൂപ്പർഫിഷ്യൽ വെസൽസ്, ഈ സ്കിന്നിലുള്ള സൂപ്പർഫിഷ്യൽ വെസൽസ് അത് കുറേ കൂടെ പ്രോമനൻ്റ് ആകും. അത് ഒരു ബ്രാഞ്ച്ഡ് ഔട്ട് അപ്പിയറൻസ്, ഫേൺ ലൈക്ക് അപ്പിയറൻസ് വരും. അത് കഴിഞ്ഞാൽ ഈ വയറും മുഖവും ഒക്കെ വീർക്കും, ഡീകമ്പോസിഷൻ ഗ്യാസ് വന്നിട്ട്. ഈ ടങ് വെളിയിലോട്ട് വരും. പിന്നെ ബ്ലഡ് സ്റ്റെയിൻഡ് ഫ്ലൂയിഡ് വരും. അത് കഴിഞ്ഞാൽ ഈ മുഖമൊക്കെ വികൃതമാകും. നമുക്ക് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. സാർ, ഈ സാധാരണ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ സാധാരണ താപനിലയിൽ ആയിരിക്കും ഒരു ബോഡി കാണപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ ഈ മോർച്ചറിയിലെ ശീതീകരിച്ച ആ ഒരു കാലാവസ്ഥയിലല്ലാതെ എത്ര നേരം ഈ ബോഡി അതേപടി ഇരിക്കും? അല്ല, ബോഡി എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. അതിനുള്ള ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ബോഡി തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ അതുമാത്രമല്ല, ഡെഡ് ബോഡി ഇപ്പോൾ ഒരു തുറസായ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ ഈ പട്ടി, കുറുക്കൻ അതുപോലത്തെ ഇതൊക്കെ വന്ന് അത് അറ്റാക്ക് ചെയ്യാം ബോഡി അവർ കഴിക്കാനായിട്ട്. പിന്നെ ഈ ഗർഭിണികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ നമ്മൾ മുൻപ് പറഞ്ഞതല്ലാത്ത ഏതെങ്കിലും പ്രത്യേക രീതി ഇതിൽ പിന്തുടരാറുണ്ടോ? അല്ല, ഗർഭിണികളുടെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് ആണെന്നിരിക്കട്ടെ, ഗർഭിണി മരിക്കുന്നത് ഒരു ക്രിമിനൽ അബോർഷൻ ചെയ്ത് മരിക്കുകയാണെന്നിരിക്കട്ടെ, അത് ഒരിക്കലും പോലീസ് ഇൻക്വസ്റ്റ് നടക്കത്തില്ല. അത് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും അതിൽ വരുന്നില്ല. സാധാരണ നടപടിക്രമങ്ങൾ അതൊക്കെയാണ്. അത് ഈ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 7 വർഷത്തിനകമുള്ള ഡെത്താണെന്നുണ്ടെങ്കിൽ ഇൻക്വസ്റ്റ് DYSP ലെവലുള്ള ആളായിരിക്കും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ ഒരു രീതി? അതങ്ങനെ ഗവൺമെൻറ് ഇത് അങ്ങനെയാണ്. അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകം എന്ന് പറഞ്ഞാൽ ഈ അവിടെ തന്നെ ഈ വഴക്കുകൾ വരാമല്ലോ, അമ്മായിമ്മ പോരും, കുടുംബ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ് 7 വർഷത്തിനകം. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് DYSP ആയിരിക്കും. അതിൽ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് ആയിരിക്കും നടക്കുന്നത്, പോലീസ് ഇൻക്വസ്റ്റ് അല്ല. ഇനി പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളാണ്. സാധാരണഗതിയിൽ പാമ്പ് കടിയേറ്റ് പലതരത്തിലുള്ള വിഷപ്പാമ്പുകളുണ്ട്. ഇപ്പോൾ ഈ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സാറിന് എന്തൊക്കെ മാറ്റങ്ങളാണ്? ഈ പലതരത്തിലുള്ള പാമ്പുകളാണല്ലോ. അല്ല, നമുക്ക് കേരളത്തിൽ കാണുന്നത് 2 തരത്തിലുള്ള പാമ്പേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ന്യൂറോടോക്സിൻ ഉള്ളത്, നെർവിനെ അഫക്റ്റ് ചെയ്യുന്നത്. അത് ഈ കോബ്രയും ക്രീറ്റും ശംഖുവരയും. മറ്റേത് അണലിയാണ്. അണലി എന്ന് പറയുമ്പോൾ അത് രക്തക്കുഴലുകളെ ബാധിക്കുന്നതാണ്. മറ്റേ നെർവ്സിനെയും ഇത് രക്തക്കുഴലുകളെ. പക്ഷേ ഈ ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത് ഈ കോബ്രയിലും ക്രൈറ്റിലും ഉണ്ട്, അതുപോലെ അണലിയിലുണ്ട്. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. മറ്റേത് നമുക്ക് ഹീമോടോക്സിൻ എന്ന് പറയും, ഈ ബ്ലഡ് റിലേറ്റഡ് ഇത് വരുമ്പോൾ. അതും കോബ്രയിൽ കാണും, പക്ഷേ അതിൻ്റെ ഇത് വളരെ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ കോബ്രയോ അതല്ലെന്നുണ്ടെങ്കിൽ ക്രൈറ്റോ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ റിയാക്ഷൻസ് വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ച ഭാഗം, 2 പല്ലിൻ്റെ ഇത് കാണണമല്ലോ, അത് എല്ലാത്തിലും കിട്ടണമെന്നില്ല. അത് ലോക്കൽ റിയാക്ഷൻ എന്നാണ് പറയുന്നത്, അവിടെ വരുന്ന ചേഞ്ചസ്. അത് കോബ്ര ബൈറ്റിലും ക്രൈറ്റ് ബൈറ്റിലും അത് കുറവാണ്. അതായത് ക്രൈറ്റിൻ്റെ ചെറിയ പല്ലുകളാണെന്ന് കേട്ടു. അതെ. പക്ഷേ അണലി കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉടനെ അതിന് നീര് വരും, കളർ ഡിസ്കളറേഷൻ വരും. കടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അത് അണലിയുടേതാണ്. അത് ഈ പട്ടി കടിക്കുന്നത് പോലെ കടിക്കും? അല്ല, പട്ടി 2 പല്ലല്ലേ ഉള്ളൂ, അതിനും 2 പല്ലേ ഉള്ളൂ. മാരകമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ചസ് കാണുന്നത് മെയിനായിട്ട് ഈ കടിക്കപ്പെട്ട ആൾ സർവേ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ ബോഡി ക്യാവിറ്റി എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ തൊറാസിക് ക്യാവിറ്റി, അതിലൊക്കെ ബ്ലീഡിങ് വരും. ബ്ലീഡിങ് ടെൻഡൻസിയാണ്. എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കത്തില്ല. അത് ഏത് പാമ്പിനാണ്? അത് ഈ വൈപ്പർ
വൈപ്പർ ആണല്ലേ, രക്തം കട്ട പിടിക്കാം. പക്ഷേ മറ്റേ കോബ്രയും പിന്നെ ക്രേറ്റും കടിച്ച് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് റെസ്പിറേറ്ററി മസിൽസിനെ നെർവ്സിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് ഫ്ലോനെ ബാധിക്കില്ല. ബ്ലഡ് ഫ്ലോ ഇതുപോലത്തെ ബ്ലീഡിങ് വരത്തില്ല, ബ്ലീഡിങ് ടെൻഡൻസി കാണത്തില്ല. ഇങ്ങനെ ഈ അണലി കടിച്ച് മരിച്ച കേസുകളിൽ ഈ ചർമ്മകൂപങ്ങളിലൂടെ രക്തം പൊടി വരാം. അങ്ങനെ സാറിന് അനുഭവം ഉണ്ടോ? ഇങ്ങനെ ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. ഈ അബ്ഡോമിനൽ കാവിറ്റിക്കകത്ത് ബ്ലീഡിങ് ഇത് കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഈ പാമ്പ് കടിയേറ്റാൽ പല ഓർഗൻസിനെ ഈ പാമ്പിൻ വിഷം ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യില്ല? അപ്പോൾ ഈ ഓർഗൻസിൻ്റെ ഒരു മാറ്റം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടില്ലേ? അല്ല, ഓർഗൻസിന് അത്ര മാറ്റം വരത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ധമനികളെയാണ് ബാധിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ബ്ലീഡിങ് ടെൻഡൻസി വരും. പ്രൈമറി ആയിട്ട് ഈ മരണകാരണമാകുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാകും. അതെ. പക്ഷേ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇങ്ങനെ അണലി കടി കൊണ്ടിട്ട് മരിച്ചതാണെന്ന് നമുക്ക് ഉടനെ പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ കടിച്ച ഭാഗം നമ്മളത് റെക്ടിഫൈഡ് സ്പിരിറ്റിൽ പ്രിസർവ് ചെയ്തിട്ട് കെമിക്കൽ അനാലിസിസ് ലാബിൽ കൊടുക്കും. അപ്പോൾ ആ ഇതിൽ അണലിയുടെയോ അതല്ലെന്നുണ്ടെങ്കിൽ കോബ്രയുടെയോ വിഷം അവർ കണ്ടുപിടിക്കും ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോഴേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പോസ്റ്റ്മോർട്ടത്തിൽ വെച്ചിട്ട് ഇത് ഈ കടിച്ച ആൾ മരിച്ചത് കോബ്ര കൊണ്ടോ ക്രേറ്റ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അണലി കൊണ്ടോ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നീട് ഈ ശരീരമൊക്കെ നീല നിറമാകും, കരുനീല നിറമാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാസ്തവമാണോ? അല്ല, അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. ശരീരം സാധാരണ മരണപ്പെട്ട അതുപോലെ തന്നെ കാണും. പിന്നെ സാർ ഈ തൃശ്ശൂർ ജില്ലയിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ആനകളുമായി ബന്ധപ്പെട്ട മരണങ്ങളൊക്കെ സംഭവിക്കുന്ന അത് ഞാൻ ഒരു കേസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് കുത്തിയത് വയറ്റത്തായിരുന്നു. വയറ്റത്തായി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ കുത്തിൻ്റെ ഇത് കൊണ്ടിട്ട് അങ്ങനെ മരിച്ചതാണ്. അപ്പോൾ അതിൽ ലിവർ ഇഞ്ചറി ഉണ്ടായിരുന്നു. അത് ഈ ആനയുടെ കൊമ്പ് ആഴ്ന്നിറങ്ങി ലിവറിലാണ് കയറിയത്. പിന്നെ ഈ അതുപോലെ തന്നെ ഈ വെടിക്കെട്ട് അപകടങ്ങൾ, ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണെന്ന് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ഈ ബേഡ് ICU സംവിധാനങ്ങളൊക്കെയുള്ള ICU ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഉൾപ്പെട്ട മൃതദേഹങ്ങളൊക്കെ സാർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇതിൽ കാണുന്നൊരു മാറ്റം എന്താണ്, വ്യത്യാസം? ഈ വെടിക്കെട്ട് അപകടങ്ങളിൽ സംഭവിക്കുന്നത് ബോഡി ചിന്ന ഭിന്നമായിട്ട് തെറിച്ചു പോകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പേരാണ് ഇതിൽ ഇൻവോൾവ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ അത് നമുക്ക് ഇന്നാരുടെ ഭാഗമാണെന്ന് പറയാനായിട്ട്, എന്ന് പറഞ്ഞാൽ ഈ കഷ്ണങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചെടുക്കണം. ഒരു സിമിലാരിറ്റി വെച്ചിട്ട് കളറൊക്കെ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഒരാളായിരിക്കാം, ഒരാളുടെ ബോഡി പാർട്സ് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഒരു കൂട്ടത്തിനിടയിൽ നമ്മൾ ഓരോന്നായിട്ട് തിരിഞ്ഞെടുക്കണം. പോസ്റ്റ്മോർട്ടത്തിന് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലത് മിസ്സിങ് പാർട്ട് കാണത്തില്ല. അപ്പോൾ ഇന്നാരുടെ ബോഡിയാണെന്ന് പറഞ്ഞാൽ ആദ്യം പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായോ? പിന്നെ അതിൽ കിട്ടുന്ന ഐഡൻറ്റിഫിക്കേഷൻ ഇതിന് അതിന് തിരിച്ചറിയാവുന്ന എന്തെങ്കിലും സൂചനയുണ്ടോ എന്നുള്ളത് നമ്മളത് പറയും, ആയിരിക്കാം. പിന്നെ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ DNA ഇതൊക്കെ വേണ്ടി വരും. ഇതെല്ലാ വെടിക്കെട്ട് അപകടങ്ങൾ അല്ലെങ്കിൽ ബേൺ ആയിട്ടുള്ള മരണങ്ങളിലല്ല ഈ തെറിച്ചു പോകുന്നത്. അപ്പോൾ അല്ലാതെയുള്ള തീപ്പൊള്ളലേൽക്കുന്ന മരണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്? തീപ്പൊള്ളലാകുമ്പോൾ ഇപ്പോൾ ഒരാൾ തീ പിടിച്ചിട്ട് ഉടനെ മരിക്കുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ ശ്വാസനാളത്തിൽ കരിയുടെ ഇത്, പിന്നെ സൂട്ടിൻ്റെ അത് തന്നെ കരി അതിൻ്റെ ഇതും ഈ ശ്വാസനാളത്തിലുള്ള മ്യൂക്കസ് ഒരു ദ്രാവകം അതും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും ഈ ഇതിൽ. എന്ന് പറഞ്ഞാൽ പോയിസണസ് ഗ്യാസസ് വരും. ബോഡി കത്തുമ്പോൾ ഈ കരി വരുന്നുണ്ട്, ബ്ലാക്ക് ഇത്, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഈ നമ്മൾ ഈ ശ്വാസനാളം എന്ന് പറയുന്നത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല ഡിവിഷനായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ലങ്സിനകത്താണ്. അപ്പോൾ അതിൻ്റെ ടെർമിനൽ അവസാനത്തെ ഇതുവരെ സൂട്ട് പാർട്ടിക്കിൾസ് കാണും. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മരിച്ചത് ബേൺസ് കൊണ്ടാണെന്ന് പറയാം. ചില കേസിൽ സംഭവിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കും. ഹോസ്പിറ്റലിൽ കിടന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മരണം വരും. അപ്പോൾ ബോഡിയുടെ പുറത്ത് കാണുന്ന ഈ ബേൺസ് ഇഞ്ചുറി അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ ഭാഗത്ത് ഇൻഫെക്ഷൻ വരും.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്ക് ഇൻഫെക്ഷൻ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബേൺസ് തന്നെ വേണമെന്നില്ല. ബോഡി റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് സെപ്റ്റിസീമിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹോൾ ഇത് ഇൻവോൾവ് ചെയ്യുകയാണ് ഇൻഫെക്ഷൻ വന്നിട്ട്. അപ്പോൾ ലങ്സിൽ ചേഞ്ചസ് വരും, പിന്നെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് കളക്ഷൻ വരും. ഒക്കെയാണ് മരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ ബേൺസ് വന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പോയ്സണസ് ഗ്യാസ് വന്നിട്ട് അങ്ങനെ ശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ശ്വസിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡെപ്പോസിറ്റ്സ് ഒക്കെ വന്നിട്ട് ഇതിൽ വരും. അപ്പോൾ അതൊരു ഫൈൻഡിങ് ആണ്. അങ്ങനെ മരിച്ചത് തീപ്പൊള്ളലേറ്റിട്ടാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൊലപ്പെടുത്തിയതിന് ശേഷം ഒരു മൃതദേഹം കത്തിച്ചാൽ ആ ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. ഈ ശ്വാസകോശത്തിൽ കാർബൺ പാർട്ടിക്കിൾസ് അല്ല, എന്തുകൊണ്ടാണ് ശ്വാസകോശത്തിൽ കാർബൺ പാർട്ടിക്കിൾസ് കാണുന്നത്? ആക്റ്റീവ് റെസ്പിറേഷൻ ഉണ്ട്. ഒരാളെ കൊന്നതിന് ശേഷം തീ കത്തിക്കുകയാണെന്നിരിക്കുകയാണ് ഇതൊന്നും കാണത്തില്ല. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഓർമ്മിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി വരണം. ആ ഇഞ്ചുറി നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റും. ബോഡിയിൽ അത്രയും വികൃതമായിട്ടില്ലെങ്കിൽ, ബേൺസ് ഒന്നും വികൃതമായിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന്. പിന്നെ വേറൊന്നുള്ളതെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ ദേഹത്ത് തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വൈറ്റൽ റിയാക്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ചുവപ്പായി നല്ല റെഡ് കളറിൽ ഒരു ഇൻഫ്ലമേഷൻ, ചെറിയൊരു ഇൻഫ്ലമേഷൻ, ഇതെല്ലാം കൂടെ അത് കാണാൻ പറ്റും. അതേസമയം ഒരാളെ കൊന്നിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളർ കാണത്തില്ല, അതിന് പകരം പെയിലായിരിക്കും. അതൊന്ന്. രണ്ടാമത് അങ്ങേര് എങ്ങനെയാണ് മരിച്ചെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഒരാളെ കൊല്ലുന്നത് ആയുധമൊന്നും ഇല്ലാതെ കൊല്ലുകയാണെങ്കിൽ കഴുത്ത് ഞെക്കി പിടിക്കുക എന്നുള്ളതാണ്. സഫക്കേറ്റ് ചെയ്യുക. സഫക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഹയർഡ് ബോൺ എന്ന് പറഞ്ഞുകൊണ്ട് തൈറോയിഡ് കാർട്ടിലേജ്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ അടിയിൽ കാണുന്നത്, അതിനൊക്കെ ഫ്രാക്ചർ വരാം. ഫ്രാക്ചർ വരികയാണെങ്കിൽ മരണകാരണം ഇതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ചില കേസിൽ പോയിസൺ കൊടുത്തിട്ട് കൊല്ലാം. അയാൾ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇഞ്ചുറീസ് കാണും. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം ആയിരിക്കണം. ഉഴപ്പി നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ നമ്മൾ പറഞ്ഞതുപോലെ ഈ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചു പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പലതരത്തിലുള്ള വിഷങ്ങളുണ്ട്. ഇത് ബാധിക്കുന്ന അവയവങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വിഷം കഴിച്ചുള്ള മരണങ്ങളൊക്കെ എങ്ങനെയാണ്? വിഷം കഴിച്ച് നമുക്കിപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്നത്, ഇപ്പോൾ സൂയിസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡ് കഴിച്ച് മരിക്കുന്നതാണ്. അതെന്ത് വിഷമാണത് ഫോമിക് ആസിഡ്? അത് ആസിഡ് ഇതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡോ നൈട്രിക് ആസിഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അന്നനാളത്തിലൊക്കെ കയറി അല്ലെങ്കിൽ വയറ്റത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അത് ആസിഡിൻ്റെ എഫക്റ്റ് വന്നിട്ട് ഇത് ചിലപ്പോൾ ചെറുതായിട്ട് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഫോമിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കട്ടിയായിട്ട് വരും, കട്ടി പിടിക്കും, ഒരു ലെതറി ഫീലിംഗ് വരും ഫോമിക് ആസിഡിന്. മറ്റേത് അങ്ങനെയല്ല. പിന്നെ സ്റ്റൊമക്കിനകത്തും പിന്നെ ഈ ഫോമിക് ആസിഡ് തന്നെ, ഫോമിക് ആസിഡ് വയറ്റത്ത് ഇരിക്കുകയാണെങ്കിൽ മരിക്കുകയാണെന്നിരിക്കട്ടെ, അത് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വെളിയിലോട്ട് വരും. വെളിയിലോട്ട് വന്നിട്ട് ചുറ്റുമുള്ള ഓർഗൻസിലൊക്കെ ഒരു ഡെപ്പോസിഷൻ വരും, കളർ ഡിഫറൻസ് കാണാൻ പറ്റും. ഇങ്ങനെ വിഷം കഴിച്ചാൽ ഓർഗൻസിൻ്റെ കളർ ഡിഫർ ആവും? അല്ലല്ല, ഈ പർട്ടിക്കുലർ ഫോമിക് ആസിഡിൻ്റെ കാര്യം പറയുകയാണ്. പക്ഷേ ഒരാൾ വിഷം കഴിച്ചു മരിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോമിക് ആസിഡ് ആണെങ്കിൽ കൺസിസ്റ്റൻറ്റ് വിത്ത് ഫോമിക് ആസിഡ് പോയ്സണിങ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദ ഡിസീസ് ഡൈഡ് ഓഫ് ഫോമിക് ആസിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വേണം. അതില്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. രാസപരിശോധന ഇത് പുറത്ത് ചെയ്യുന്നതാണ്, മെഡിക്കൽ കോളേജിലല്ല. അത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലാണ്. സാർ, അതുപോലെ ഈ തീപ്പൊള്ളലേറ്റ് മരണങ്ങളിൽ ഈ ഇത്ര ശതമാനം പൊള്ളലേറ്റു, 60% പൊള്ളലേറ്റു, ഇങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് കാണുന്ന അല്ലാതെ അകത്തെ ഓർഗൻസിനെ ഈ തീപ്പൊള്ളൽ ബാധിക്കില്ലേ? ഇല്ല. ഈ അതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സൂപ്പർഫിഷ്യൽ ബേൺസ് അല്ലെങ്കിൽ തൊലിയെ മാത്രമേ നമുക്ക്, പുറം തൊലിയെ മാത്രമേ ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു 90% ബേൺസ് ആണെന്നുണ്ടെങ്കിൽ അതും സീരിയസ് ആണ്. മനസ്സിലായോ? പിന്നെ കൂടുതൽ അകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങേര് അവിടെ തന്നെ കിടന്ന് മരിക്കണം. അതിനെ നമ്മൾ ഡീപ്പ് ബേൺസ് എന്ന് പറയും. അപ്പോൾ അത് ഒരു ഏരിയയിലുണ്ടെങ്കിൽ ആ ഏതൊക്കെ ഏരിയയിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്
അത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് അങ്ങേർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ലോസാണ് വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ലോസ് വരുമ്പോൾ ബ്ലഡിൻ്റെ ഇത് കുറയും. അപ്പോൾ നമുക്ക് ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്നത്. സാർ, അതുപോലെ ഈ റോഡ് അപകടങ്ങൾ കേരളത്തിൽ ഭയങ്കര വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ റോഡ് അപകടങ്ങളും ഈ ഒരാളെ കൊലപ്പെടുത്തി റോഡിൽ കൊണ്ടിട്ടാൽ പിന്നീട് വാഹനം വന്ന് ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങളും ഒക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിൻ്റെ അനുഭവത്തിൽ അത്തരത്തിലൊരു കേസുണ്ടോ? ഒരു കേസുണ്ട്, പക്ഷേ അത് വെച്ചിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പുതുക്കാട് സംഭവിച്ച ഒരു കേസാണ്. പോലീസുകാരത് കൊണ്ടുവരുന്നത് തോല് മാത്രമേ ഉള്ളൂ, ബോഡി, വേറെ ബോണോ ആർഗൻസോ ഒന്നുമില്ല. അവരെല്ലാം കൂടെ മറ്റേ റോഡിൽ നിന്നും ചതഞ്ഞറിഞ്ഞ് പോയി. തൊലി മാത്രമേ ഉള്ളൂ, തൊലിയും കുറച്ച് ടിഷ്യൂസും. അപ്പോൾ അത് മൾട്ടിപ്പിൾ റൺ ഓവർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പ്രയാസമാണ്. ഒരുപാട് വാഹനങ്ങൾ ആ ബോഡിയിലോട്ട് കയറിപ്പോയി. അത് എൻ്റെ അന്ന് ചെയ്തതുപോലുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അത് 100% നമുക്കതായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ സർക്കംസ്റ്റാൻഷ്യൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആൻറ്റിമോർട്ടം ഇഞ്ചുറീസിൻ്റെ ഒരു ഇത് ചെറുതായിട്ട് കാണും. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചിട്ട് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂറിനകം എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആ ബോഡിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാകുന്ന മുറിവും രണ്ടും കൂടെ സിമിലർ ആയിരിക്കും. ഇപ്പോൾ ഹിസ്റ്റോപത്തോളജി സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി ടിഷ്യൂ എടുത്ത് നോക്കിയാലും അത് ആൻറ്റിമോർട്ടം ഇഞ്ചുറി പോലെ നമുക്ക് കാണാൻ പറ്റും. സാർ, ഈ സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തൊരു ബോഡി എത്ര ദിവസമാണ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റുക? നിയമസാധ്യത 72 മണിക്കൂറാണ് പോസ്റ്റ്മോർട്ടം ചെയ്താൽ. അതിനകം റിലേറ്റീവ്സിൻ്റെ ചിലപ്പോൾ റിക്വസ്റ്റ് ആയിരിക്കും 3 ദിവസമാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഡിസിഷൻ എടുക്കാം. ചിലത് ആൾക്കാർ വന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്നുള്ളത് പറയും. എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ വരാൻ താമസമുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവർ വന്നതിന് ശേഷമേ നമ്മൾ ബോഡി അവിടെ നിന്ന് എടുക്കത്തുള്ളൂ. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഒരിക്കലും ബോഡി അകത്ത് വയ്ക്കുന്നത് വളരെ വിരളമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബന്ധുക്കൾ വന്ന് ബോഡി കാണാനുള്ളൊരു അവസരം കൊടുക്കും. അല്ലാതെ നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അവരെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പല രീതിയിൽ അവർ റിയാക്ട് ചെയ്യും, ആൾക്കാർ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി വികൃതമാക്കാതെ നമ്മൾ കോൾഡ് റൂമിൽ വെച്ചിട്ട് റിലേറ്റീവ്സ് വന്നതിന് ശേഷം ചെയ്യും. പിന്നെ വേറൊന്നുള്ളത്, ഇതേപോലത്തെ ഇതിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാൾ രോഗി മരിക്കുകയാണ്, റിലേറ്റീവ്സ് വന്നിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ വേറെ റിലേറ്റീവ്സ് വരാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കോൾഡ് റൂമിൽ വയ്ക്കും. അതിനൊന്നും പൈസ വാങ്ങിക്കാറില്ല, പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഒരു ഇൻക്വസ്റ്റ് നടത്തിയിട്ട് ഒരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വെക്കുകയാണ്, അതുപോലെ റിലേറ്റീവ്സ് വന്നിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും കീപ്പ് ചെയ്യും, അതും ഫ്രീ ആണ്. ഇത് പറയാൻ കാര്യം, ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഞാൻ പറയാൻ, ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു മോഷണ കേസിലാണെന്ന് തോന്നുന്നു, ആലുവയാണോ അങ്കമാലിയാണോ എന്ന് ഓർക്കുന്നില്ല, പോലീസുകാർ ഇങ്ങേരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കൊണ്ടുപോവാണ്. ഇങ്ങേര് ബാക്കിലിരിക്കുകയാണ്, പെട്ടെന്ന് എടുത്തങ്ങ് ചാടി അങ്ങനെ മരിക്കുന്നു. പോലീസ് ജീപ്പിൽ ചാടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുവന്നു. ഒരു ദിവസം രാത്രിയാണ് വരുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഡെഡ് ബോഡി അവിടെ കീപ്പ് ചെയ്യാനായിട്ട് 1500 രൂപ വാങ്ങിച്ചു. റെസീറ്റ് എഴുതി കൊടുക്കുകയാണ്. അതേസമയം ഇതിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവർ വന്ന് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പൈസയില്ല, ഇത്രയും 1500 രൂപ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അത് ഞാൻ വാങ്ങിച്ച് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു അവർക്ക് പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇടപെട്ട് ആ പൈസ തിരിച്ചു നൽകിയപ്പോൾ സംഭവിച്ചത്, അവിടുത്തെ സൂപ്രണ്ടും RMOയും എനിക്ക് അഗൻസ്റ്റായിട്ട് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ കേസ് ഷീറ്റ് ഇപ്പോൾ ചില കേസിൽ അഡ്മിറ്റ് ചെയ്തതായിരിക്കും, അപ്പോൾ നമുക്ക് ആ കേസ് ഷീറ്റും കൂടെ നോക്കേണ്ടി വരും ഒപ്പീനിയൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട്. കേസ് ഷീറ്റ് തരത്തില്ല.
കേസ് ഷീറ്റ് ഇല്ലെന്ന് പറയും, തരാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ നമുക്കത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. 1-2 കേസിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പോലീസുകാരും ഒരു ഇതായിട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടുതൽ ബഹുമാനിക്കുന്നതും സൂപ്രണ്ടിനെയും ആർമയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവരെയാണ് പോയി കാണേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസും കുറച്ച് മടിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് വന്നപ്പോൾ എനിക്ക് കേസ് ഷീറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് അത് ഹരിപ്പാടാണോ ചേർത്തലയാണോന്ന് അറിയത്തില്ല. അവിടെ ഒരു ഈ ഭിക്ഷ നീണ്ടുന്ന ഒരു ആൾ ആ ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ്, കണ്ണ് കാണത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഭിക്ഷാടനമൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ കളക്ഷനൊക്കെ നോക്കിയിട്ട് അങ്ങേരുടെ കയ്യിൽ നിന്ന് തുണിയിൽ കെട്ടി വെച്ചിട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേര് വന്ന് അങ്ങനെ പിടിച്ച് അങ്ങേരുടെ കയ്യിൽ കുത്തിയിട്ട് അവർ പൈസ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അങ്ങനെ മരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ കേസ് ഷീറ്റ് ആവശ്യമുണ്ട്. കേസ് ഷീറ്റ് ചോദിച്ചപ്പോൾ ഞാൻ DYSP വഴി ചോദിച്ചു. മറ്റേ കായംകുളം DYSP എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്കിതൊന്നും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ സൂപ്രണ്ട് അങ്ങേരായിട്ടുള്ള ഒരു അടുപ്പമാണ് അതിനെ പ്രേരിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് കൂടുതൽ ആവശ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെ അല്ല, അവർക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് ഒരു മുൻഗണന കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ HOD എടുത്ത് പറഞ്ഞപ്പോൾ HOD പറഞ്ഞു അത് നടക്കത്തില്ല, വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് റിസർവ് പെൻഡിങ് ഫോർ വാണ്ട് ഓഫ് ക്ലിനിക്കൽ കേസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി അങ്ങേർക്ക് ഫോർവേഡ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അങ്ങേരുടെ ഇത് മാറിയിട്ട് പറഞ്ഞ് കേസ് ഷീറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നു. അവസാനം അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയാണ് മരിച്ചെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ കണ്ണ് കാണാത്ത ആൾ മരിച്ചത് ഈ റേഡിയൽ ആർട്ടറി ഇഞ്ചുറി ഉണ്ട്. റേഡിയൽ ആർട്ടറി ഇഞ്ചുറിയിൽ ബ്ലഡ് പോയിട്ടാണ് കൂടുതൽ നഷ്ടപ്പെട്ടിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ? കാഴ്ചയിൽ അത്ര നമുക്ക് ഈ തുന്നലൊക്കെ കാണുമ്പോൾ നമുക്കത് ഇതായിട്ട് തോന്നും, ചിലർക്ക് പ്രയാസമായിട്ട് തോന്നും. ചിലപ്പോൾ നല്ല രീതിയിൽ ഈ നമ്മുടെ ബോഡി ക്യാവിറ്റിയിലൊക്കെ പഞ്ഞിയോ ഗാസോ വയ്ക്കാതെ ശിശിയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് വേണമെങ്കിൽ വെളിയിലോട്ട് വരാം, അല്ലാതെ വേറെ ഒരു വ്യത്യാസമായിട്ട് കാണാറില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഏറ്റവും ഭീതിതമായ രീതിയിൽ ഒരാളെ ആക്രമിച്ച് മുറിവേൽപ്പിച്ച് നടത്തുന്ന കൊലപാതകങ്ങൾ. അതല്ലാതെ സാറിൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വന്ന ഒരു ബോഡി കണ്ട് ഏറ്റവും ഭീതിയോടെ ഓർക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയധികം മുറിവുകൾ ഏറ്റൊരു ശരീരം. മുറിവുകളേറ്റ ശരീരം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാഫിക് ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും കൊലപാതകം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 കേസുകളിൽ ഏകദേശം ഒരു 102-110 ഇഞ്ചുറീസ് വരെ എഴുതിയിട്ടുണ്ട്. അത് കൊലപാതകമാണ്, ഒരു കൊലപാതകമാണ്. അത് കോഴിക്കോടുള്ളപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ബോഡി തല മുതൽ കാല് വരെ കുത്തി അങ്ങനെ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സൈക്കോ കൊലപാതകം എന്നൊക്കെ പറയാൻ പറ്റുന്നത് ആയിരിക്കാം, സൈക്കോ കൊലപാതകം ആയിരിക്കാം. അതിൻ്റെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിനപ്പുറത്തേക്ക് ആ കേസിൻ്റെ അന്വേഷണത്തിൽ നമുക്കൊരു കൗതുകം ഉണ്ടാവില്ല? അല്ല, നമുക്ക് ഇതിൽ കൗതുകം ഉണ്ടായിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർവ്യൂ അല്ല അത്, നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല. അപ്പുറത്തേക്ക് അതിൻ്റെ കാര്യം നമ്മൾ നോക്കാറില്ല. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്, അതിൽ കൈ കടത്താറില്ല. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം അറിയാനുള്ള താല്പര്യം കൊണ്ട് പുറകെ പോയതെങ്കിലും കേസ്? ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അത് പ്രൊഫഷണലാണ് ആ ഒരു രീതിയിൽ. അല്ല, നമ്മളത് പോയിട്ട് ചിലപ്പോൾ തിരിച്ചടി കിട്ടും. നമുക്കെന്താ ഇതിൽ കാര്യം? നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക, പോലീസിനെ ഹെൽപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കേസ് ഞാൻ പറയാം. പോലീസുകാർ ഇതുപോലെ കൊണ്ടുവന്നത് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ബോഡി എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ ട്രെയിൻ തട്ടി മരിച്ചതായിട്ടുള്ള ഒരു ഇഞ്ചുറീസും അതിലില്ല. അതിന് പകരം ഈ ചൂരൽ കൊണ്ട് അടിച്ച മാർക്ക്, ഈ ചുണ്ടിലും മേളിലത്തെ ചുണ്ടിലും കീഴ്ചുണ്ടിലും രക്തം കട്ട പിടിച്ചിരിക്കുന്നത്, വീർത്തിരിക്കുന്നത്, പിന്നെ തലയിൽ അടിച്ചിട്ടുണ്ട്.
വൃഷ്ണത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിസില്ലേ, സ്ക്രോട്ടം, അവിടെയൊക്കെ അടി പറ്റിയിട്ടുണ്ട്. തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ട്. പിന്നെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അടുത്ത് പറഞ്ഞു, ഇത് റെയിൽവേ ആക്സിഡൻ്റ് അല്ല, ഇത് കൊലപാതകമാണ്, അത് നിങ്ങളത് എൻക്വയറി ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞിട്ട് പോയി. അവസാനം അന്ന് SI വന്നു, സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി, ഒന്നും സംഭവിക്കുന്നില്ല. അവസാനം CI വന്നു. CI വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് DOSP വന്നു. പിന്നെ വരുന്നത് CA ആണ്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പറം മിക്സ്ചറി എന്ന് പറഞ്ഞാൽ അവർ ട്രേസ് ഔട്ട് ചെയ്തപ്പോൾ വടകരയിൽ നിന്നും ശബരിമലയ്ക്ക് പോയ ഒരാളാണ്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അങ്ങേർക്ക് അങ്ങേർക്കൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേര് ഈ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഏതൊരു കല്യാണ വീട്ടിൽ കയറിപ്പോയി രാവിലെ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു മേലാൽ ഇങ്ങോട്ട് വരരുത്, അവനെ പിടിച്ച് പുറത്താക്കി. രാത്രി ആയപ്പോഴും വീണ്ടും കയറിപ്പോയി. അപ്പോൾ യങ്സ്റ്റേഴ്സ് അവരെന്ത് ചെയ്തു, ഇങ്ങനെ തല്ലി, ശരിക്കും തല്ലി. എന്നിട്ട് റെയിൽവേ ട്രാക്കിനടുത്ത് കൊണ്ടുവന്നിട്ട് കൈ കെട്ടിയിട്ട് ട്രാക്കിൻ്റെ പാരലായിട്ട് നടക്കാൻ പറഞ്ഞു. ഒരു സ്ഥലം എത്തിയപ്പോൾ അങ്ങനെ തള്ളിയിട്ടു, ചവിട്ടി. മൃതപ്രായനായപ്പോൾ വായ്ക്കകത്ത് മറ്റേ ഇതില്ലേ എലിവിഷം കൂടെ ഒഴിച്ചു കൊടുത്തു. പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടത്തിന് വരുന്നത്. ട്രെയിൻ തട്ടിയിട്ടുണ്ട്? ഇല്ല, ട്രെയിൻ തട്ടി എന്നാണ് പോലീസിൻ്റെ ഹിസ്റ്ററി. റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ കിടക്കുകയാണ്. അപ്പോൾ ട്രെയിൻ തട്ടി എന്നുള്ളൊരു പോലീസ് നിഗമനമാണ്. നമുക്ക് പോലീസുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്കതിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ട്രെയിൻ തട്ടിയതായിട്ടുള്ള ഒരു ഇഞ്ചുറി ഇല്ല. ഗ്രീസ് പാർട്ടിക്കിൾസ് കാണും, ഈ ഗ്രീസിൻ്റെ അംശമൊക്കെ കാണാൻ പറ്റും. പിന്നെ പലതരത്തിലുള്ള ഇഞ്ചുറീസ് കാണാം, അതൊന്നുമില്ല. അതിന് പകരം ഈ സ്ക്രോട്ടൽ കൺഡ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൃഷ്ണത്തെ അവിടെ ബ്ലഡ് കട്ട പിടിച്ചിട്ടുണ്ട്, ചുണ്ടിലത്തെ മുറിവ്, മർദ്ദനത്തിൻ്റെ ചൂരൽ കൊണ്ട് അടിച്ചതിൻ്റെ പാട്, ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ബ്രെയിൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു ഹെഡ് ഇഞ്ചുറിയുടെ അംശങ്ങളുണ്ട്, അല്ലാതെ ഫ്രഷ് ബ്ലീഡിങ്ങും ഉണ്ട്. മുമ്പുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്കറിയാം? അത് കളറേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സബ്ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയും, അത് ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പം കൂടുതലോട്ട് ഇതായിട്ട് പോകുന്നില്ല. പിന്നെ ഫ്രഷ് ബ്ലീഡിങ്ങും ഉണ്ട്. അപ്പോൾ വയറ് തുറന്നപ്പോൾ അതിനകത്ത് എലിവിഷമുണ്ട്. അപ്പോൾ ഞാൻ ഒപ്പീനിയൻ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇത് വിസറ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയിലോ ഇത് കിട്ടി. അപ്പോൾ വിഷം കാണുകയാണെന്നുണ്ടെങ്കിൽ the disease died of zinc phosphate poisoning എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് the disease sustained ഇഞ്ചുറി നമ്പർ കൊടുത്തിട്ട് that is sufficient in the ordinary course of nature to cause death എന്ന് പറഞ്ഞാൽ ഒപ്പീനിയനാണ് കൊടുത്തത്. അപ്പോൾ ഈ CA ഇത് വാങ്ങിച്ചിട്ട് പറഞ്ഞു, സാറേ ഒപ്പീനിയൻ മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റുന്ന പ്രശ്നമല്ല, അതല്ല ഞങ്ങൾക്ക് പോയിസണിങ് ഇത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പോയിസണിങ് വരികയാണെങ്കിൽ മറ്റേ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആൾക്കാർ രക്ഷപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു അതെൻ്റെ പെർവ്യൂ അല്ല, ഞാനത് മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ഇൻസ്പെക്ടറാണ് കേട്ടോ, CA ആണ്. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. അവസാനം കോടതി വന്നപ്പോൾ പോയിസണിങ് എന്ന് പറയുമ്പോൾ അവർ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ചോദിക്കാനായിട്ട്. പക്ഷേ ഇതിൽ സംഭവിച്ചെന്തെന്നറിയാമോ, ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് അവർ ഈ ഹോർട്ടിക്കൾച്ചറൽ ചെടികളൊക്കെ വിൽക്കുന്ന ആളാണ്, പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്നത്. അവരുടെ അടുത്ത് സിങ്ക് ഫോസൈഡ് ഉണ്ട്, ഫോഴ്സ്ഫുൾ അഡ്മിനിസ്ട്രേഷനാണ്, ബാക്കിയകത്തൊക്കെ ബലം പ്രയോഗിച്ച് കുടിപ്പിച്ചാണ്. പക്ഷേ ആ പാർട്ട് പോലീസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ കേസ് വിട്ടുപോയി. അങ്ങനെ പിന്നീട് വന്നില്ല. അല്ല കേസ് കോടതി വന്നിട്ട് അവരെയൊക്കെ വെറുതെ വിട്ടു. അതുപോലെ തന്നെ ഈ ട്രെയിൻ തട്ടിയുള്ള മരണങ്ങളാണ്. ഇത് വളരെ ദാരുണമായിട്ടുള്ള മരണമായിരിക്കും. ഒരു പക്ഷേ ഒരു ട്രെയിൻ തട്ടി ഒരു വ്യക്തി മരണപ്പെട്ടാൽ സംഭവിക്കുക. അങ്ങനെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലാണ് ഈ പരിക്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ അല്ല, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രാക്ചർ കാണും. പിന്നെ ട്രെയിൻ ഇടിച്ചിട്ടുള്ള ഇത് വരുമ്പോൾ ചിലപ്പോൾ ലാസറേറ്റഡ് ഉണ്ടെന്ന് പറയും. ഇറഗുലറായിട്ട് ഇഞ്ചുറീസ് കാണും, റിബ് ഫ്രാക്ചർ കാണും,
ഇപ്പോൾ തലയിൽ തട്ടുകയാണെങ്കിൽ ഒരു പ്രൈമറി ഇമ്പാക്റ്റ് ബോഡിയിൽ ആദ്യം ട്രെയിൻ തട്ടുമ്പോൾ ഹോൾ ബോഡി ഇത് വരും. പിന്നെ അത് ഇടിച്ച് പറത്തിയിട്ടായിരിക്കും പിന്നെ സബ്സിക്വൻറ്റ് റൺ ഓവർ വരുന്നത്. മനസ്സിലായി? പിന്നെ ട്രെയിനുകൾ കയറി അല്ല, പിന്നെ ആ ട്രെയിൻ തന്നെ അങ്ങനെ ട്രാക്കിൽ വീഴുകയാണെങ്കിൽ വീണ്ടും ട്രെയിൻ അതിൻ്റെ അങ്ങനെയുടെ പുറത്തുകൂടെ കയറും. അങ്ങനെ വരുമ്പോൾ ഈ മൃതശരീരം പല കഷ്ണങ്ങളായി പോയില്ലേ? പക്ഷേ പോകാതിരിക്കാം. ഒരു കേസ് കോഴിക്കോട് ചെയ്തതെന്ന് പറഞ്ഞാൽ ട്രെയിൻ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹയർഡ് ബോൺ ഫ്രാക്ചറും തൈറോയിഡ് കാർട്ടിലേജ് ഫ്രാക്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇത് ട്രെയിനിൽ ആക്സിഡൻറ്റിൽ ഇഞ്ചുറീസ് കുറവായിരുന്നു. അതിൽ അങ്ങനെ ഒരിക്കലും കാണത്തില്ല എന്ന് പറഞ്ഞാൽ കഴുത്തിൽ വേറെ ഇഞ്ചുറീസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കൊന്നതിന് ശേഷം ട്രാക്കിൽ കൊണ്ട് ഇട്ടേച്ച് പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ കാലിൽ അറ്റുപോയി, ഒരു കാലം അറ്റുപോയി മുട്ടിൻ്റെ അവിടെ വെച്ചിട്ട്. അത്രയും ഇഞ്ചുറീസ് ഉള്ളൂ. അതല്ലാതെ ഈ ട്രെയിനിന് തലവയ്ക്കുന്ന കേസുകൾ, അത് ഡീകാപ്പിറ്റേഷൻ എന്ന് പറയും. അത് രണ്ട് ഇതായിട്ട് പോവാം, തല വേറെ ഉടൽ വേറെ. ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഇത് കമ്പൈൻ ചെയ്ത് വേണം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ. അതെ, അത് തുന്നി കൊടുക്കും. അതിലും ഈ തലച്ചോറൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന പോലെ അതിനും ഉപരിയായിട്ട് ഇത് രണ്ടും ഒരാളാണോ എന്നുള്ളത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കും, ചേർത്ത് വെച്ച് നോക്കും. തലയും ഒരാളുടെ ആണോ എന്ന് അത് നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്ന രീതി? അത് നമുക്ക് ചേർത്ത് വെച്ച് അറിയാൻ പറ്റും. ഈ ഇഞ്ചുറീസ് ഇറഗുലർ ആണെന്നുണ്ടെങ്കിലും തലയും ബാക്കിയുള്ള ഉടലും കൂടെ വെച്ച് നോക്കുമ്പോൾ അത് അടുത്ത് വെച്ച് പ്രസ് ചെയ്ത് നോക്കും. അപ്പോൾ അതിന് ആ രണ്ട് തരത്തിലും രണ്ട് സ്ഥലത്തും മുറിഞ്ഞതുണ്ടല്ലോ, അത് ചേർന്നിരിക്കും. അത് നമ്മളൊരു പൊട്ടിയ ഗ്ലാസ്. അതെ 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 അതേപോലെ. പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു, അതവർ അടക്കം ചെയ്യുന്നു. അതിനുശേഷം ആ മൃതദേഹം അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം എന്ന രീതിയിൽ അവർക്കൊരു പരാതി ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ റീപോസ്റ്റ്മോർട്ടം വേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? റീപോസ്റ്റ്മോർട്ടം ഒരാൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മരണകാര്യത്തിൽ സംശയമുണ്ട്, അങ്ങനെ മരിച്ചത് പോലീസ് പറയുന്ന പോലെയല്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്, അത് വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാങ്ഷൻ തരേണ്ടത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. അവരുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മണ്ണിനടിയിൽ പോയത്. അപ്പോൾ അവർ ഓർഡർ ഇട്ടതിന് ശേഷം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തഹസിൽദാറാണല്ലോ, അവർ വന്ന ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സിമേഷൻ, അതാണ് ആ പ്രൊസീജിയറാണ് എക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ഏർലി മോർണിംഗ് ആയിരിക്കും നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ പ്രസൻസിലാണ് ആദ്യം ഈ എവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് അറിയണം. അപ്പോൾ പള്ളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ കാണും, അന്ന് ആരാ അടക്കം ചെയ്തത് അവരുടെ ഇത് വേണം. എന്നിട്ട് ഈ ബെറിയൽ പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡോക്ടറുടെ ഗൈഡൻസിൽ ഈ ബോഡി നമ്മൾ അതിൽ നിന്ന് പുറത്തെടുത്തിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു രീതി മറ്റേ സാധാരണ പോസ്റ്റ്മോർട്ടം രീതി തന്നെയാണോ? സെയിം രീതിയാണ്. പക്ഷേ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഒരു എൻക്ലോസ്ഡ് സ്പേസ് വേണം, മറയൊക്കെ കെട്ടി. ഔട്ട്ഡോർ തന്നെ. ഈ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ അടക്കം ചെയ്ത മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരില്ല? ഇല്ല, ചില കേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ സൗകര്യമില്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരണം. പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഇതും നഷ്ടപ്പെടും. സമയം ഒരുപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചേഞ്ചസ് വരും ബോഡിയിൽ. അങ്ങനെയുള്ള കേസിൽ അവിടെ വെച്ച് തന്നെ ചെയ്യും. മറ വേണം, നമുക്കൊരു ടേബിൾ വേണം, ആവശ്യത്തിന് വെള്ളം വേണം. എന്തിനാണ്? കഴുകാനായിട്ട്. അല്ല, ബോഡിയെ കഴുകാനല്ല, നമ്മൾ ഓർഗൻസൊക്കെ എടുക്കുമ്പോൾ നോക്കിയതിന് ശേഷം അത് തുടച്ച് അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇത് മുറിക്കുന്നത്. ഇത് എത്ര കാലം പഴക്കമുള്ള മൃതദേഹങ്ങൾ വരെ സാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? ഒരു ബോഡി ഓപ്പൺ സ്പേസിൽ കിടക്കുകയാണെന്നിരിക്കട്ടെ, ഓപ്പൺ സ്പേസിൽ കിടന്ന് ചീഞ്ഞു പോവുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ആ പ്രക്രിയ ഉണ്ടല്ലോ, അതുകൂടാതെ പലതരത്തിലുള്ള അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് സ്കെൽട്ടൺ ആകും, അല്ലെങ്കിൽ ഇതായിട്ടാകും, എല്ല് മാത്രമായിട്ട്. അത് ഒരു 1 to 2 months ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ് സ്കെൽട്ടൺ ആകും, ഓപ്പൺ സ്പേസിൽ കിടക്കുകയാണെങ്കിൽ. അതേസമയം ഒരു ബോഡി കുഴിച്ചിടുമ്പോൾ
ഇതേപോലത്തെ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ 2 മാസം മുതൽ 6 മാസം വരെയാണ്. 6 മാസം കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും 6 മാസം കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്കെൽട്ടനൈസ്ഡ് ആകും, കംപ്ലീറ്റ് സ്കെൽട്ടൺ മാത്രമായിട്ടാകും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, ആ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ അംശം കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാകും. പിന്നെ അതുപോലെ നമ്മളൊരു ഒരു വുഡൻ ക്യാബിനറ്റിലാണ് നമ്മൾ ബോഡി ശവപ്പെട്ടി അടക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡീകമ്പോസ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇതിനകത്ത് ഒരു താപനില വെള്ളം കൂടുതൽ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാകും. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം സർജൻ അല്ലെങ്കിൽ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ ആയിരിക്കും കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിന് കോടതിയിൽ ഹാജരാകേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ സാർ ഇത് ഏകദേശം ഒട്ടുമിക്ക കേസുകൾക്കും കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ബദിയെടുക്കുകയാണോ ബന്ധെടുക്കുകയാണോ എന്നറിയത്തില്ല. കാസർഗോഡ് ജില്ലയിൽ അല്ല ബന്ധെടുക്കുകയുണ്ട്, 2 എണ്ണം ഉണ്ട്. ബന്ധെടുക്കുക അല്ലേ, അതിൽ ഈ കോട്ടയം സൈഡിൽ നിന്ന് ഈ കാസർഗോഡിലേക്ക് കുടിയേറി പാർത്ത ഒരു കുടുംബം, അതിൽ ചേട്ടനുണ്ട്, അനിയനുണ്ട്. അപ്പോൾ അവർ ഭയങ്കര പൈസക്കാരാണ്. പോലീസിൽ അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ എന്ത് നടക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ അനുവാദമില്ലാതെ പോലീസുകാർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര ഹോൾഡാണ്. അപ്പോൾ ഒരു ദിവസം ഈ സ്വത്ത് തർക്കം വന്നു. അനിയനും ചേട്ടനും 2 ഇതായിട്ട് പിരിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ചേട്ടൻ ഒരു വാടക കൊണ്ടേക്ക് 25,000 രൂപ കൊടുക്കുന്നു. കൊടുത്തിട്ട് പറഞ്ഞു അവനെ കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ വാടക കൊണ്ട് പൈസ വാങ്ങിച്ചു. അങ്ങേര് നോക്കുമ്പോൾ ഈ കൊല്ലാൻ പറഞ്ഞ ആളിനെ ഇങ്ങേർക്കറിയാം, അനിയനെ അറിയാം. അപ്പോൾ ഇങ്ങേരുടെ അടുത്ത് പോയി പറയുകയാണ്, നിൻ്റെ ചേട്ടൻ നിന്നെ കൊല്ലാനായിട്ട് 25,000 രൂപ എനിക്ക് തന്നിട്ടുണ്ട്, എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ പറഞ്ഞു, ഞാൻ 50,000 തരാം, നമുക്ക് ചേട്ടനെ കൊല്ലാം. ഒരു ദിവസം മഴ പെയ്യുന്ന നല്ല രാത്രിയിൽ ഇവർ 2 പേരും കൂടെ ചേട്ടനെ കാണാൻ പോയി. അപ്പോൾ എല്ലാം വെള്ളമാണ്. അപ്പോൾ അവർ നമ്മൾ സംസാരിച്ച് നമുക്കൊരു ഒത്തുതീർപ്പുണ്ടാക്കാം, ഇങ്ങനെ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വഴി ഹൈവേയിൽ കൂടെ നടക്കുമ്പോൾ ചേട്ടനെ പിടിച്ച് തള്ളി. അപ്പോൾ ഒരു കുറേ സ്ലാൻഡിങ് ആയിട്ടുള്ള അതിൽ വീഴുന്നു ചവിട്ടി കെട്ടിത്തൂക്കി. ഇതാണ് സംഭവം. ഇത് ഞാൻ അറിയുന്നത് ഈ പോലീസ് അന്ന് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വരുന്നത് കോൺസ്റ്റബിളാണ്. പക്ഷേ ഈ കേസിൽ വന്നത് ഹെഡ് കോൺസ്റ്റബിളാണ്. അപ്പം ഞാനിത് എങ്ങനെയാണെന്നുള്ള പറയുന്നത്, എന്തുകൊണ്ടാണ് കൊലപാതകം എന്ന് പറഞ്ഞാൽ ബോഡി വരുമ്പോൾ ഡീകമ്പോസ്ഡാണ്. അപ്പോൾ യൂഷ്വൽ റൊട്ടീൻ പ്രൊസീജിയർ വെച്ചിട്ട് ഞാൻ തുറന്നപ്പോൾ ബ്ലഡിൽ നിന്ന് ബ്ലഡ് ക്ലോട്ടും ഫ്ലൂയിഡ് ബ്ലഡും വരുന്നുണ്ട്. ഈ കഴുത്തിലെ മാർക്ക് സ്കിൻ പോയി കഴിഞ്ഞാൽ വളരെ ഫെയിൻ്റായിട്ട് കാണുന്നുണ്ട്. ഡീകമ്പോസ്ഡ് ആകുമ്പോൾ ഈ തൊലിപ്പുറം ഉണ്ടല്ലോ, തൊലിയൊക്കെ ഇളകി പോകും. അപ്പോൾ ഈ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് ബ്ലഡും ഉണ്ട്, ബ്ലഡ് ക്ലോട്ട്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് കൈയിട്ട് നോക്കുമ്പോൾ ലിവർ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇത് കൊടുത്തു. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചവിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് ഹാങ്ങിങ് അല്ല, കൊലപാതകമാണ്. അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇപ്പോഴും ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അവിടെ പോയിട്ട് സാറിനൊരു ലെറ്റർ എഴുതാം പോസ്റ്റ്, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ലെറ്റർ എഴുതിയിലാണ് ഈ എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതാ പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഈ ഓരോ കേസ് കഴിയുമ്പോഴും നമുക്ക് ഡീറ്റെയിൽ നോട്ട്സ് എന്ന് പറയും. ആ നോട്ട്സിൽ ഈ ലെറ്റർ കൊണ്ട് വെക്കാൻ പോയപ്പോൾ അന്നത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു അത് വെക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ ഇപ്പോഴേ തുടങ്ങുന്ന ഒരു ശീലമാണ്, ഇതൊന്നും ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങേരുടെ അടുത്ത് എഴുതാനൊന്നും പറഞ്ഞില്ല, അങ്ങേര് അയക്കാമെന്ന് പറഞ്ഞു, അയച്ചു. ഇതൊരു ഡോക്യുമെൻ്റാണ്, ഞാൻ വെക്കുമെന്ന് പറഞ്ഞിട്ട് വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നു, ഒരു SI വന്നു. SI വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഹാങ്ങിങ് ആണ് എന്ന് പറയാനുള്ള ഇതൊന്നുമില്ല, അങ്ങേര് അല്ലല്ല കൊലപാതകമാണെന്ന് പറയാനുള്ള തെളിവൊന്നുമില്ല, ഇത് ഹാങ്ങിങ് ആണ്.
എനിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തരത്തില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള നിഗമനമുണ്ട്, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തരാം, വരാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ കൊണ്ട് എഴുതിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്കറിയേണ്ട കാര്യമില്ല. വേറൊരു കേസിൽ വന്ന ഒരു പോലീസുകാരനെ വിളിച്ചിരുത്തി അങ്ങേർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അങ്ങേർക്ക് വളരെ നിരസത്തോടു കൂടിയാണ് പെരുമാറിയത്. എന്നിട്ട് അങ്ങനെ പോയിട്ട് എന്താ സംഭവിക്കുന്നു, സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇതെല്ലാം അവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ CIയും SIയും കൂടെ എന്ത് ചെയ്തു, ഈ വാടക കൊലയാളിയെയും അനിയനെയും വിളിച്ചിട്ട് സെല്ലിൽ കിടത്തി. സെല്ലിൽ കിടത്തിയിട്ട് അവർ അറസ്റ്റ് ചെയ്തെന്നുള്ള റെക്കോർഡൊക്കെ ഉണ്ടാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ വന്നു, എന്നെ കാണാനായിട്ട് വന്നു. ഹെഡ് കോൺസ്റ്റബിൾ വന്നില്ല, പക്ഷേ പോലീസുകാർ വന്നു. എന്നിട്ട് അവർ വളരെ നന്ദി പ്രകടനം നടത്തി. ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു. സാറേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞങ്ങൾ അന്ന് ഇത് പാറാവ് നിൽക്കുകയായിരുന്നു, അന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, അവരെന്തെങ്കിലും തൂങ്ങി മരിച്ചാൽ മറ്റേ സെല്ലിനകത്ത് ഞങ്ങൾക്ക് തലവേദനയായി, ഏതായാലും ഇത് തെളിയിച്ചതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിഡൻസ് കൊടുക്കാനായിട്ട് പോകുന്നു. എവിഡൻസ് കൊടുത്തു, ആ കേസ് ശിക്ഷിച്ചു. അതൊരു കേസാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കേസ് പറയാൻ പോകുന്നത് ബദിയുടുക്കയിൽ ഒരു മീൻ കച്ചവടക്കാരൻ രാവിലെ കുട്ടയായിട്ട് പോവും, മീനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരും. പക്ഷേ അങ്ങനെ കല്യാണം കഴിച്ചത് ഒരു 18 വയസ്സുള്ള സ്ത്രീയാണ്, ഒരു മുസ്ലിം ഗേൾ. ഈ മുസ്ലിം ഗേളും മുസ്ലിം ഗേളിൻ്റെ അച്ഛനും ഈ കുട്ടിയെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭർത്താവ് അറിയാനിടയായി. എന്നിട്ട് അങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കി. ഈ പോലീസ് ഹിസ്റ്ററി അനുസരിച്ചിട്ട് കേൾക്കുന്നത് അങ്ങേർക്ക് ഡയറിയ വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വയറ്റിളക്കം വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ട് മരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് മറ്റേ പള്ളിക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവിടെ കവറടക്കി. ഈ മരിച്ച ആളിൻ്റെ ബ്രദർ ബോംബെയിലുണ്ട്. അപ്പോഴങ്ങേര് മരണം ഇത് കേട്ടിട്ട് അങ്ങേര് നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്ന് അങ്ങേര് കുറേയൊക്കെ ഇത് അറിഞ്ഞു. ബഹളം ഉണ്ടാക്കിയപ്പോൾ അങ്ങേരെ പിടിച്ച് ഒരു റൂമിനകത്തിട്ട് പൂട്ടി. അവിടെ നിന്ന് എങ്ങനെയോ അങ്ങേര് രക്ഷപ്പെട്ട് നേരെ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഇത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പോലീസിൻ്റെ ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഓർഡറുണ്ട്, അതുമായിട്ട് പോലീസ് വന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോവുകയാണ്. അപ്പോൾ കാസർഗോഡ് കോഴിക്കോടൊന്ന് പോകുമ്പോൾ രാവിലെ ഒരു 7-8 മണിക്ക് തിരിച്ചിട്ട് അവിടെ എത്തിയപ്പോൾ 4-5 മണിയൊക്കെ ആയി. കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈറ്റിൽ പോവുകയാണ്. സൈറ്റിൽ പോകുമ്പോൾ ഭയങ്കര ഒരു ജനാവലിയാണ്. എന്ന് പറയുക ഒരു 2-3 തട്ടിലുള്ള ഇതായിട്ടാണ് ഇരിക്കുന്നത് ഈ കവറടക്കിയത്. അതിലെല്ലാം ആൾക്കാരുണ്ട്. അവിടെ പോകുമ്പോഴെല്ലാവരും ഈ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴൊരു നമുക്ക് ഒരു സാധാരണ ഇതായിട്ട് തോന്നുന്നില്ല, ഒരു ടെൻഷനാണ്. അപ്പോൾ അന്നത്തെ DYSP ഉണ്ടായിരുന്നു. അപ്പോൾ DYSP പറഞ്ഞു അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരാരെങ്കിലും വന്നിട്ട് കുഴി വെട്ടാൻ പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്ത ആൾ വെട്ടട്ടെ എന്ന് പറഞ്ഞു. ആരാണ് കംപ്ലയിൻറ്റ് ചെയ്തത്, അങ്ങേര് വെട്ടട്ടെ. അങ്ങേരെ അടുത്ത് മൺവെട്ടിയൊക്കെ കൊടുത്തു. അങ്ങേര് വന്ന് കുറച്ച് മണ്ണ് മാറ്റി അങ്ങേരെ അതിനകത്ത് വീഴുന്നപ്പോൾ DYSP അവരുടെ പോലീസുകാർക്ക് ഓർഡർ കൊടുത്തു. എന്നിട്ട് മറ്റേ ആളെ മാറ്റിയിട്ട് അവർ തന്നെ വെട്ടിയെടുത്തു, ബോഡി വെളിയിലെടുത്തപ്പോൾ ഈ കൈയുടെ ഈ പോർഷൻ, റിസ്റ്റ്, കാലിൻ്റെ ആംഗിൾ അതൊക്കെ അടിച്ച് പൊട്ടി ഈ ബോൺസൊക്കെ വെളിയിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഓട്ടോപ്സി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഫ്രാക്ചർ, ഹെഡ് ബോൺ ഉണ്ട്, തൈറോയിഡ് കാർട്ടിലേജ് ഉണ്ട്, പിന്നെ സ്റ്റൊമക്കിനകത്ത് അതും സിങ്ക് ഫോസ്ഫൈഡാണ്. സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. എന്നിട്ട് കോടതിയിൽ കേസ് വന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഇത് കഴിഞ്ഞു, ഡിഫൻസിൻ്റെ പ്രോസിക്യൂഷൻ തുടങ്ങുമ്പോൾ അവരൊരു വെപ്പൺ കാണിച്ചു. എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു
ഉടൻ ഇതാണ് മരത്തിൻ്റെ ശിഖരമാണെന്ന് തോന്നുന്നു. ഈ ഇതുകൊണ്ട് അടിച്ചാൽ ഇത് തരത്തിലുള്ള ഇഞ്ചുറീസ് വരുമോ? ഇഞ്ചുറീസ് അവർ പറയുന്നത് കൈ, കാല്, ഫ്രാക്ചർ പറഞ്ഞില്ലേ, ഓപ്പൺ ഫ്രാക്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് പച്ചയായിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോയില്ലേ, വർഷം 2-3 കഴിഞ്ഞിട്ടാണ് എവിഡൻസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് PPക്കും മനസ്സിലായില്ല, ജഡ്ജിനും മനസ്സിലായില്ല ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ ജഡ്ജിനെ പിടികിട്ടി, ജെയിംസ് എന്ന് പറയുന്ന ജഡ്ജാണ്. അപ്പോഴത് ഭയങ്കരമായിട്ട് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് PP അടുത്തൊക്കെ ചോദിച്ചു, മനസ്സിലായോ, ഡോക്ടർ ഉദ്ദേശിച്ചത് ഇതാണെന്നൊക്കെ പറഞ്ഞു. എവിഡൻസ് കൊടുത്തു. അപ്പോൾ എവിഡൻസ് കൊടുത്തിട്ട് നമുക്ക് റീ എക്സാമിനേഷൻ ഇല്ലെങ്കിലും ജഡ്ജിന് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഡോക്ടർ പോകാൻ വരട്ടെ. പ്രോസിക്യൂഷൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ഡിഫൻസ് ചോദിച്ചപ്പോഴും എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ കൂട്ടിൽ നിന്ന് വെളി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ സംശയം തീർത്തിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേരുടെ കുറേ ക്വസ്റ്റ്യൻസ് അതെല്ലാം ഞാൻ ആൻസർ ചെയ്തു. ആൻസർ ചെയ്തിട്ട് വെളിയിലിറങ്ങുമ്പോൾ അന്ന് 6:30-7 മണിയായിപ്പോയി, രാവിലെ പോയിട്ട്. അതൊരു മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഈ പഠന കാലയളവിലാണെങ്കിലും ഒരു ഫോറൻസിക് സർജനായിട്ടാണെങ്കിലും ആ ഒരു കാലയളവിൽ ഈ ഒരു മൃതദേഹം കീറി മുറിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു ഫോറൻസിക് സർജൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യനെ, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ പറ്റുമായിരിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ സാറിൻ്റെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? മൃതദേഹങ്ങൾ കാണുമ്പോൾ അങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് തുടങ്ങുന്നത് ഫസ്റ്റ് MBBSൽ അനാട്ടമിയിൽ ഡെഡ് ബോഡീസാണ്, അത് പ്രിസർവ്ഡ് ആണ്, പിന്നെ എംബാംഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്ത് നമ്മൾ വരുമ്പോൾ കാണുന്നത് ഫ്രഷായിട്ടുള്ള ബോഡീസാണ്. ഫ്രഷായിട്ടുള്ള ബോഡീസ് ഉണ്ട്, ഡീകമ്പോസ്ഡ് ആയിട്ട് അഴുകിയ ബോഡികൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അതുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു ഇതാണ്.